Praise the Lord. Is it loud and clear? എല്ലാ കുർബാനകൾക്കും അഡ്വാൻസ് ആയിട്ട് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം. കാരുണ്യവാനായ ദൈവം കഴിഞ്ഞ 2 വർഷത്തോളം ലക്ഷം ജനങ്ങൾ നമ്മുടെ ഇടത്തും വലതും വീണപ്പോൾ കൊടുക്കുന്ന സംഗീതത്തിൽ പറയുന്നത് പോലെ അനേകം ഈ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അച്ഛനായ ദൈവത്തിന്റെ ചെറിയ മറവിൽ കാത്തു സൂക്ഷിച്ച് നമ്മളെ നടത്തിയ വഴികൾ ഓർത്ത് നമ്മളെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ യോഗം തുടങ്ങാം. ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും ആയി ഇതിനകത്ത് ഈ പാട്ട് അറിയാമെങ്കിൽ പാടുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ MG എബ്രഹാം, കാനേകാട്ട്
മന്ത്രി കുടുംബാംഗമാണ്. നമ്മുടെ കുടുംബയോഗത്തിന്റെ 26ാമത് സമ്മേളനമാണ്. അതിൽ സ്വാഗതം അർപ്പിക്കുന്ന കടമയാണ് എനിക്കുള്ളത്. കൊല്ലമല, കല്ലൂർ, മഠത്തിൽ, പഴങ്ങേരിൽ, മേനത്തുമാലി, കാനേക്കാട്ട് കുടുംബങ്ങളെ എല്ലാവരെയും ആദ്യമായി ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാൻ, കഴിഞ്ഞ നവംബറിൽ നമ്മൾ കൂടിയ മീറ്റിംഗിൽ നമ്മുടെ പുതിയ പ്രസിഡന്റായി ശ്രീ റോയ് കെ മാത്യു, അദ്ദേഹം കല്ലൂർ കുടുംബാംഗമാണ്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ നമ്മുടെ മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ കേണൽ ജേക്കബ് കോശിയുടെ കൊച്ചുമക്കളായ ആർച്ചയും ആര്യയും ചേർന്ന് ബൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഈ മീറ്റിലേക്ക് ആദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ബൊക്കെ കൊടുക്കുന്നോ? കണ്ടില്ല, ഇതിനകത്ത് കണ്ടില്ല, ഇവിടെ കയറാനുണ്ടോ അറിയത്തില്ല. ചോദിക്കാനില്ല, ചോദിക്കാൻ കഴിയില്ല. നോക്കട്ടെ ഇതിന്റെ ധന്യ ഒന്ന് നോക്കാമോ? ബുദ്ധിമുട്ടെന്നുള്ളത് ആർച്ചയായും ആര്യയും ചേർന്ന് ബൊക്കെ കൊടുത്ത് റോയിച്ചാനെ സ്വീകരിക്കുന്നു. റോയിച്ചാനെ കാണാൻ വയ്യ, റോയിച്ചാനെ കാണാൻ വയ്യ. കുറച്ചുകൂടെ എന്റെ മുഖം ശരി, അടുത്തോട്ടെ ഇരിക്കുന്നോട്ടെ. ഓക്കെ. റോയിച്ചാനെ സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങള് നമുക്ക് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാൻ സാധിച്ചത് ദൈവത്തിന്റെ കരുണയാൽ നമ്മുടെ ഒരു കുടുംബാംഗങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അതിന് നമുക്ക് സർവശക്തനായ ദൈവത്തെ നന്ദി പറഞ്ഞ് ജീവിതത്തെ അറിയിക്കാം. കഴിഞ്ഞ ഫിസിക്കലായിട്ട് നമുക്ക് മീറ്റിംഗ് നടത്താൻ സാധിച്ചത് 2019 പുനർനിർമ്മിച്ചായിരുന്നു. അത് കഴിഞ്ഞ് 2020 നമുക്ക് സൂം മീറ്റിംഗിലൂടെ മീറ്റിംഗ് നടത്താൻ സാധിച്ചു. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന വർഷമെങ്കിലും നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം എന്നുള്ള പ്രത്യാശയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ നേടുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെയും നമ്മുടെ മറ്റു പങ്കെടുക്കാൻ ഏതെങ്കിലും കാരണവശാൽ പറ്റാത്തവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുസ്മരണം കേൾക്കാൻ എല്ലാവർക്കും കേൾക്കാമോ? കല്ലൂർ കുടുംബാംഗം ശ്രീ ജോർജ് വർഗീസ് പരേതനായ കല്ലൂർ കെ ജോർജിന്റെ മകനാണ്.
17/5/2021 ഡൽഹി നിര്യാതനായി. കൂടിയാട്ട് മഠത്തിൽ ശ്രീ പ്രവീൺ ജോസഫ് പരേതൻ ജോസഫ് ജോൺ അച്ഛൻ്റെ മകനാണ്. 8/9/2021 ദോഹയിൽ നിര്യാതനായി. കല്ലൂർ കുടുംബാംഗം Hi. Yes. President Sri K. Matthew Kallur. What's up? What happened? Oh, yes. Sorry, I'm in another meeting. I think about 10-15 minutes ago I reached home. Yes. No, I didn't. Yes. Yeah, it's considered as one flight, even if it's two different even if it's two different planes, it's considered as one. Even if right, even if it is one, sorry, even if it is two different flights to one place, it is considered as one travel. So that means it will be the same kilograms that she can carry. പരേതരുടെ കുടുംബാംഗങ്ങൾ, പരേതരുടെ കുടുംബയോഗത്തിന്റെ അനുശോചനം അറിയിക്കുകയും സർവ്വ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം ഓരോ കുടുംബങ്ങളെയും സ്വർഗീയ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് ശ്രീമതി ജെസി അലക്സാണ്ടർ തമ്മിച്ചാന്റെ വൈഫാണ് പ്രാർത്ഥിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സ്നേഹവാനായ പിതാവേ, കൃപയും കരുണയും മനസ്സലിവും ദയയുമുള്ള ദൈവം, തന്റെ കൃപയാൽ നമ്മളെ കാക്കുന്ന കൃപയാൽ ഓരോ ദിവസവും നമ്മുടെ ദുഃഖത്തിനും സമാധാനത്തിൽ ദൈവത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ഓരോ കുടുംബത്തിനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കുടുംബത്തെയും ദൈവം സ്വർഗീയ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. സകലവും യേശുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Okay, what I'm saying is Google Air India customer care number and try and call them, or you can go and check baggage allowances on Google. I'm in a meeting right now, that's why I can't give my full attention to you, because I'm actually helping out in this meeting. It will finish in 40 minutes. I will be very happy with whatever you put on it. It will be a fantastic gift for Christmas for me from you. So whatever comes to your mind, you put whatever it is, whatever you do it. Okay, I will give you the freedom to do whatever you want to. You decide. I will be very happy with it. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ദൈവിക വിശ്രാന്തി. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു. അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. എന്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും
ഇത് നിങ്ങൾ പാപത്തിന്റെ മനുഷ്യയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന്റെ സ്വരം ശ്രമിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വത്സരം മണ്ണടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്? അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. ദൈവമാകുന്നു വാഴ്ത്തുന്നു. ആദ്യത്തെ അത്രയും മോടിയെടുപ്പ് ഇല്ല. ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ചെയ്യാനൊന്നോ മോടിയെടുത്ത് കൂട്ടിയതല്ല. ആദ്യത്തെ അത്രയും സൗണ്ട് ഇല്ല. ആണോ? ഓക്കെ, നോക്കാം. അടുത്തതിലേക്ക് പോകാം. നോക്കാം. 148 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പി, സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പി, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പി, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പി, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പി, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പി, പ്രകാശമുള്ള സർവ്വ നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പി, സ്വർഗാതിസ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളവരെ അവനെ സ്തുതിപ്പി. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കുക നിയമം വെച്ചിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആടുകളുമായുള്ളവരെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പി. ഈ തന്മഴയും യഹോവും ആമേൻ. അറയാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇടജന്തുക്കളും ഓടജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വനത്തിന് മുമ്പിൽ നിർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, യോഗ്യമാകുന്നു പാടുന്നു. Our sixth program. To seek the blessing of God Almighty, I invite Sri Joseph John Korean to manage us for a prayer. Yes. കേൾക്കാം. അതിശയമായി ഞങ്ങളെ വഴിനടത്തുന്നതായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ സമാധാനങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു കുടുംബയോഗമായി കൊണ്ടുവരുവാൻ അവിടുന്ന് ഞങ്ങളെ ശേഷിപ്പിച്ച നിങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേക പ്രതികൂലങ്ങളുടെയും അകത്യരാജികളുടെയും നടുവിൽ നിങ്ങളെ ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ഇന്നുവരെ അവിടുത്തെ കാത്തു രക്ഷിച്ച അവിടുത്തെ ജയക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിക്കുന്നു. ആമയാതെ അവസാനിക്കുന്ന 2021 നിങ്ങൾക്ക് പല അവസരങ്ങളിലും അവിടുത്തെ നാമത്തിൽ കൂടി വരുവാനും തിരുവചനം പരിശോധിക്കുവാനും നൽകിയ അവസരങ്ങൾക്കായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് യുവകളിലൂടെ കൂടി വരുന്ന ജീവിതങ്ങളെ എല്ലാം അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധമായ കഴിവുകളെ പ്രകടിപ്പിക്കാൻ ഹലോ അങ്കിൾ, വോളിയം പോയല്ലോ, മ്യൂട്ടഡ് ആണ്. വീട്ടിലൂടെ കൂടി വരുന്ന ജീവിതങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കഴിവുകളെ പ്രകടിപ്പിക്കണമെന്നുള്ള ഈ അവസരങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അതുകൊണ്ട് ഭാഗം അങ്ങിയായി നിവർത്തിക്കാൻ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് അനുവദിക്കുന്ന കാലത്തോളം അങ്ങയുടെ ഭക്തരായി പ്രകാരം ജീവിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അല്പസമയം ഞങ്ങൾ ലഭിച്ച് കൂടിയിരിക്കുമ്പോൾ പ്രാർത്ഥന പ്രകാരമുള്ള ഈ സാന്നിധ്യം കൊണ്ട്
ഞങ്ങളെ ഈ സാഹചര്യം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Our second program to present the family report and invite our dear Colonel Secretary Sri Abraham Matthew Kodiak Marathon. അതുകൊണ്ട് ഞാൻ അത് വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ വർഷം മുഴുവൻ നിങ്ങളോട് നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം ഒരുക്കിയ പരമകാരുണ്യനായ ദൈവം തന്ന കൃപയെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക യോഗം 24/12/2020 സൂം മീറ്റിംഗിലൂടെ അനേകമായ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ടാണ് ശ്രീമാൻ ബിജി അനേകമായി കൂടി വളരെ സ്വാഗതം ചെയ്തു. അനുസ്മരണം ശ്രീമതി ഏലിയാമ്മ ജോസഫ് കുഞ്ഞിന്റെ മകൻ 91 വയസ്സ് കൊല്ലമിനെ വാഴയിൽ കുഞ്ഞിന്റെ മകളും മേലാങ്കലിന്റെ പരേതനായ ജോൺ ജോസഫിന്റെ ഭാര്യ 13/3/2020 നിര്യാതയായി. ശ്രീമാൻ ജോൺ പോപ്പു സണ്ണി 62 അനേകമാരി ശ്രീമതി അജി ജോണിന്റെ ഭർത്താവ് 24/3/2020 നിര്യാതയായി. വേങ്ങൽ കോവിഡ് കുടുംബാംഗമാണ്. ശ്രീമതി അന്നമ്മ കോശി അമ്മുക്കുട്ടി 93 കണ്ണൂർ ശ്രീമാൻ സി ജി മാത്യുവിന്റെ മകളും പരേതനായ ശ്രീമാൻ കോശി വൈദ്യന്റെ ഭാര്യ 15/11/2020 നിര്യാതയായി. പരേതൻ പേരലക്കര വൈദ്യൻ കുടുംബാംഗമാണ്. പടങ്ങേരിൽ അനാഥശാല ഫിലിപ്സാറിന്റെ മകൻ ശ്രീമാൻ അലക്സ് പി ഫിലിപ്പ് ബാബുച്ച 87 വയസ്സ് 16/11/2020 ബോംബെയിൽ നിര്യാതനായി. ശ്രീമാൻ വർഗീസ് MS 81 വയസ്സ് കൊല്ലമിന ശ്രീമതി മേരി വർഗീസിന്റെ ഭർത്താവ് 7/12/2020 നിര്യാതനായി. മംഗലശ്ശേരി മാവോലി ചേപ്പാട് വേലഞ്ചേത്ത് കുടുംബാംഗമാണ്. പരിഗണനയുള്ള ബഹുമാനാർത്ഥം യോഗം അനുശോചനം രേഖപ്പെടുത്തി. വേദഭാഗം വായന റോമൻ 12-ാം അധ്യായം ശ്രീമാൻ ലിജു മനേത്തുമാലി, സങ്കീർത്തനം 46 ശ്രീമതി സൂസൻ ഷിബുവും വായിച്ചു. ശ്രീമാൻ ജോസഫ് ജോൺ കൂടിയാണ്ട് സ്തോത്ര പ്രാർത്ഥന നടത്തി. തുടർന്ന് ജനറൽ സെക്രട്ടറി ശ്രീമാൻ എബ്രഹാം കൂടിയാണ്ട് വാർഷിക റിപ്പോർട്ട് വായിച്ചു. വാർഷിക കണക്കുകൾ ശ്രീമാൻ മാത്യു കോശി കല്ലൂർ അവതരിപ്പിച്ച പാസായി. തുടർന്ന് യോഗത്തിൽ പുതുതായി വന്നവരെ പരിചയപ്പെടുത്തി. ശ്രീമാൻ മോൻസ് കൊല്ലമിന ക്രിസ്മസ് സന്ദേശം നൽകി. ശ്രീമാൻ ആലിസ് മാത്യു കൊല്ലമിന, ശ്രീമതി നൈല ജോസഫ് കൂടിയ, റോഷ്നി സൂസൻ ഉമ്മൻ കൊല്ലമിന എന്നിവർ ക്രിസ്തീയ ഗാനം ആലപിച്ചു. ശ്രീമാൻ ഫിലിപ്പ് മാത്യു പരങ്ങേരി കുടുംബമായി ഗാനം ആലപിച്ചു. ശ്രീമാൻ കെ എം മാത്യു കൊല്ലമിനെയും ശ്രീമതി മെറീന മാത്യു ചേർന്ന് ഗാനം ആലപിച്ചു. റേബ കാനേക്കാട്ട് ജോന ജോവി സംഘം ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചു. ശ്രീമതി കിരൺ മാത്യു നൃത്തം അവതരിപ്പിച്ചു. ബൈബിൾ ക്വിസ് മത്സരത്തിൽ ശ്രീമാൻ ജോസഫ് ജോൺ കോടിയാട്ടം, കുട്ടികളുടെ മത്സരത്തിൽ ജോന ജിജു 1ാം സ്ഥാനം കരസ്ഥമാക്കി. പുതിയ യൂണിറ്റ് കൊല്ലമിന കുടുംബാംഗം കെ എം കോശിയുടെയും ഷാനി കോശിയുടെ മകന്റെയും കോശിയും, അയ്യൂർ മാതാപ്പുരി കുടുംബാംഗം ജോൺസൺ ജോർജിന്റെയും ബീന ജോർജിന്റെയും മകൾ കിരൺ മേരി ജോൺസൺ തമ്മിലുള്ള വിവാഹം 24/1/2020 തിരുവനന്തപുരത്ത് ഹൗസ് ഓഫ് ഫ്രൈന്റെ നേതൃത്വത്തിൽ നടത്തി. അടുത്ത കുടുംബദിനം 11/4/2021 നടത്തുവാൻ തീരുമാനിച്ചു. അടുത്ത കുടുംബയോഗം കാനേക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കൂടുവാൻ തീരുമാനിച്ചു. ജനറൽ കൺവീനർ കെ എം കോശി നന്ദി പ്രകാശിപ്പിച്ചു. ശ്രീമാൻ ജോസഫ് ജോൺ പ്രാർത്ഥിച്ച യോഗം അവസാനിപ്പിച്ചു. നമ്മുടെ കുടുംബയോഗത്തിന്റെ ഭംഗിയായി നടത്തുന്നതിന് കുടുംബാംഗങ്ങൾ നൽകുന്ന സഹകരണത്തിനും പ്രവർത്തനത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവകൃപയും കരുണയും സമാധാനവും എല്ലാ കുടുംബങ്ങൾക്കും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന കുടുംബ ജനറൽ സെക്രട്ടറി എബ്രഹാം മാത്യു ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടു. എബ്രഹാം മാത്യു കൂടിയാട്ട് മഠത്തിൽ തിരുവനന്തപുരം 19/12/2021. Our eighth program, today's appointment and invite our dear Mishra, Sri K. Abraham Kollamana. Mute. അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോൾ വായിച്ചു അച്ഛൻ. അച്ഛന്റെ ശബ്ദം കേൾക്കുന്നില്ല. അച്ഛന്റെ മൈക്ക് ഓൺ ചെയ്യണം. അനീറ്റന്റെ മൈക്ക് ഓൺ ചെയ്യണം.
വായിച്ചാൽ മതിയല്ല. കേൾക്കാം. Festivities Fund 2020 Receipts and Payments account for the year ended on 31st December 2020. Balance bought not for 8,022.28 rupees. Term deposit interest 9,206. Savings bank interest 431. Totally, okay, that's good now. Totally 17,659.28. The expenses there, by printing and stationery 410 rupees, courier charge 100, fee 250, transfer to Chaitra fund 10,000, balance carried forward 6,899.24. Total 17,659.28. Capital funds നടത്തിൽ Karikatal Pranayam balance sheet as on 31/12/2020. Capital given 1,30,831. Adding special term deposit interest 447.9. Totally 1,35,310 rupees. Festivities fund 6,899.24. Charitram fund 2,804. Transfer 10,000 rupees on that. Together it's 12,804. Charitram fund. Charitram English endowment fund 3,142. Evangelism fund 2,720. അമ്മയ്ക്ക് എണ്ണിക്കണ്ടെങ്കിൽ എണ്ണിച്ചോ. അമ്മയ്ക്ക് എണ്ണിക്കണ്ടെങ്കിൽ എണ്ണിച്ചോ. Deposits in the term deposits 25,000, 65,000, 25,000. Special term deposit 9,151, 5,862, 1,11,059. Sorry, 11,159. Is the account balance 19,703.24. Total value 1,75.24. നമ്മുടെ പരിമിതികളുണ്ട് ഈ മീറ്റിംഗില്. എന്നാലും നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഈ അക്കൗണ്ട്സ് പാസ്സാക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ അക്കൗണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ദയവായിട്ട് കരുതണം. പാസ്സാക്കാം. താങ്ക് യു. Thanks also. Our next program. ഇനിയും സെൽഫ് റിഡക്ഷന്റെ സമയമാണ്. ഇതുവരെ കുടുംബയോഗത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും പങ്കെടുക്കാത്ത എല്ലാവർക്കും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പാപ്പച്ചാന്റെ മകൻ കുര്യനുണ്ട്. പുതിയതായിട്ട് കൈ കാണിക്കുന്ന ആളാണ്. പാപ്പച്ചാന്റെ കുര്യന്റെ മൂത്ത സിസ്റ്റർ മേരിമാമയുണ്ട്. വേറെ ആരെങ്കിലും പുതിയതായിട്ട് ഇതുവരെയും നമ്മുടെ യോഗത്തിന് വരാതെ, ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റിൽ ഒന്നും വരാതെ വരാം. എന്റെ സിസ്റ്റർ റാണി കോരയുണ്ട് ഇതിനകത്ത്. ആദ്യമായിട്ടാണ് വരാൻ പറ്റത്തില്ല ഇതുവരെയും. എന്റെ ഇളയ സിസ്റ്ററാണ്. റാണിക്ക് ഇപ്രാവശ്യം വരാൻ പറ്റും. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ഫാമിലി ബ്രാഞ്ചസ് കാനേക്കാട്ടെ ആരെങ്കിലും പുതിയതായിട്ട് വന്നവരുണ്ടോ? ബാക്കി എല്ലാവരും ഇതിനു മുന്നേ വന്നിട്ടുള്ളവരാണ്. വളരെ കഴിഞ്ഞു. ഏറ്റവും പ്രായം കൂടിയ അപ്പച്ചൻ നമ്മുടെ കുടുംബത്തിലെ മരുമകനായി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അപ്പച്ചനാണ്. പഴയയിൽ PI ഫിലിം അനാഥശാല ഫിലിപ്പ് അപ്പച്ചന്റെ മകൾ മോളി അമ്മച്ചിയാണ് ഭാര്യ.
അപ്പച്ചനെ ഇപ്പോൾ കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ റോസ് കെ ജോർജ് പൊന്നാനി അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. തീയതി വൈദിക പട്ടം ലഭിക്കാൻ പോകുന്ന കൊല്ലമണി കുടുംബാംഗം കെ അലക്സാണ്ടറുടെയും ലത അലക്സാണ്ടറുടെ മകൻ ഷമാച്ചൻ കുര്യാക്കോസ് അലക്സ് അജയെ പ്രത്യേകം അനുമോദിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി ആത്മീയമായി ഉയർന്നു വരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Our 10th program, I invite Professor Georgie Kaneka to give a message to all. പ്രിയമുള്ളവരെ, ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. Can you hear me? Yes. പ്രിയബഹുമാനപ്പെട്ട കുടുംബയോഗം പ്രസിഡന്റ് റോയിച്ചായൻ, മറ്റ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ 26ാമത് കുടുംബയോഗം സാഹചര്യത്തിൽ ശ്രീ എം ജി അബ്രഹാം പറഞ്ഞതുപോലെ ഗൂഗിളായി നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഗൂഗിളായി കൂടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തി. നമ്മുടെ ഈ വർഷത്തെ കുടുംബയോഗത്തിന്റെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളെ 2-ാം അധ്യായം 37, 38, 42 വാക്കുകളാണ് ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികള് 2-ാം അധ്യായം 37, 38, 42. ഞാനിപ്പോൾ വായിക്കുന്നത് POC ബൈബിളാണ്. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ വായിച്ചു കേൾപ്പിക്കാം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നോക്കി പത്രോസിനോടും മറ്റു അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിനകത്തുള്ള ഇതാണ് ട്രാൻസ്ലേഷനകത്തുള്ള ഒരു ലാംഗ്വേജിന് വ്യത്യാസമുള്ളൂ. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 2. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നോക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം അവിടുന്ന് ഞങ്ങൾ പങ്കിട്ട് തരണമേ. ദൈവമേ, ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെയും ഈ വചനം പറയുന്ന അടിയനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായിട്ട് തീരണമേ. എല്ലാം ജീവൻ നൽകിയ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കുമാറാകണമേ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ആ ലേഖനം അല്ലെങ്കിൽ ലൂക്കോസ് എഴുതിയ ആ പുസ്തകം നമുക്കറിയാം. ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ ആരംഭമാണ്. കുറച്ച് നാളെ കുറിക്കുന്നു. ആദിമസഭയുടെ ചരിത്രം എന്ന് പറയുന്നു. അപ്പോൾ ഈ ആദിമസഭ, ഈ സഭ എന്ന് പറയുന്നത് ഒരു തത്വമുണ്ട്. എനിക്കെന്ന് പറയുന്നത് പള്ളിയിൽ കുറച്ച് ആളുകൾ കൂടിയ സഭയാണില്ല, ചർച്ചിൽ കുറച്ച് ആളുകൾ കൂടിയ ആൾക്കൂട്ടമല്ല പള്ളിക്കൂട്ടം. സഭ എന്ന് പറയുന്ന വചനം പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മ. ആ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി ഏറ്റു പറഞ്ഞ് അവരുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ് ആദിമസഭ. പക്ഷെ കാലഘട്ടത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എങ്കിലും വചനം പറയുന്നു ഒരു സഭാവിശ്വാസി എന്ന രൂപത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതിന്റെ ഒരു അതിന്റെ കാതുകളൊക്കെയാണ് ഈ വചനത്തില് വിശുദ്ധ ലൂക്കോസ്, ഈ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പത്രോസ്
രക്ഷിക്കപ്പെട്ട് വന്നവരോട് അവർ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ഇത് ആദ്യത്തെ സഭായോഗം നടക്കുന്നത്, ആദ്യത്തെ സഭായോഗം 300 പേരുടെ 3000 പേരുടെ സഭയുടെ അംഗമായത്. അപ്പൊ അവര് ചോദിച്ചതിന് മറുപടിയാണ് വിശുദ്ധ പത്രോസ് പറഞ്ഞത്. നമുക്ക് കാണാൻ സാധിക്കും ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കാം. അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പശ്ചാത്തലിക്കണം. ഒന്നാമത് പത്രോസ് പറഞ്ഞ പശ്ചാത്തലിക്കണം. രണ്ടാമത് പറഞ്ഞു പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. മൂന്നാമത് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മൾ ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. മൂന്നാമത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം അനുസരിക്കണം, പ്രവർത്തനം കേൾക്കണം, കൂട്ടായ്മയായിരിക്കണം, അപ്പം മുറിക്കണം, പ്രാർത്ഥന. ഈ 7 കാര്യങ്ങളാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ട കടമകൾ കണ്ടെത്തുന്നത്. ഇത് എളുപ്പമായിട്ടുള്ള ജോലി പോവാണ്. പറയാനാണെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് പറയാനുണ്ട്. എനിക്ക് അനുവദിക്കുന്ന സമയം 1/2 മണിക്കൂറുകളാണ്. ഞാനിത് വളരെ അവിടെ തൊട്ട് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആദ്യം പറയുന്നത് പശ്ചാത്തലിക്കണം. ആരെ പശ്ചാത്തലിക്കണം? പാപം പശ്ചാത്തലിച്ചാൽ മതി. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ പാപം നമുക്കറിയാം, പാപത്തിന്റെ ഡെഫിനിഷൻ പോലും മാറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളൊക്കെ കോളേജിൽ പഠിച്ചപ്പോൾ അത് ചെയ്യത്തില്ലേ, എപ്പോഴും വിശദീകരിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കും അറിയാം. ഇപ്പൊ പാപത്തിന്റെ തലത്തിൽ വചനം തന്നെ പാപം തന്നെ പലരുടെയും കിടക്കുന്നില്ല. നമുക്ക് പാപമുള്ളവരെ, മനുഷ്യൻ എന്ന് പറയുന്നത് ജനീകനാ, പൗരസ്ത്രീയ പറഞ്ഞതുപോലെ ആത്മീയരായിട്ട് മാറ്റിയെങ്കിൽ പാപത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ ആത്മീയരായിട്ട് മാറണം, മാറ്റപ്പെടണം, യേശുവിന്റെ തലയത്തോട്ട് നമ്മൾ ഉയരണം. അതാണ് നമ്മുടെയൊക്കെ ആ വലിയ ദർശനം നമുക്ക് ഉണ്ടാകുന്നത്. ആ ദർശനത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ. അപ്പൊ പാപത്തിൽ നമ്മൾ എങ്ങനെ മോചനം ലഭിക്കും? പശ്ചാത്തലത്തോട് മാനസാന്തരപ്പെടുക, അപ്പൊ ദൈവത്തോട് നേർപ്പ് പ്രാപിക്കാം. അതാണ് ദൈവത്തിലെ പറഞ്ഞത്, പാപങ്ങൾ ക്ഷമിച്ചും ലംഘനങ്ങൾ മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇത് പറയുമ്പോഴാണ് ആ ദാവീദിന്റെ ആ ഒരു ഇഷ്ടം ഒരു ഭാഗം കൊണ്ടിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ പറഞ്ഞേക്കുന്ന വചനം. ആ പുരുഷനാണ് ഇവിടെ ഒരു വധു ഇവിടത്തേക്ക് പട്ടുപ്പാവ് വിളർത്തിക്കൊണ്ടിരിക്കുമ്പം ദർശനത്തെ കാണുന്നു. 5ാം പ്രമാണോ 6ാം പ്രമാണോ ലഭിക്കുന്നു. കൃത്യമായി നമ്മൾ കാണുന്ന ആദ്യം 6ാം പ്രമാണം ലഭിക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 5ാം പ്രമാണം ലഭിക്കുന്നു. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇങ്ങനെ വിചരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണുന്ന കാര്യമുണ്ട്, ഈ ദർശനത്തെ കാണുന്നത് എപ്പോഴാണ്? യുദ്ധം നടക്കുന്ന പുറകിൽ, യുദ്ധം നടത്തുന്ന എന്റെ സൈന്യങ്ങൾ പോയിരിക്കുമ്പോ ദാവീദ് രാജാവ് ഈവനിങ് സമയത്ത് ഉറക്കം കഴിഞ്ഞ് എഴുതിയിട്ട് മട്ടുപ്പാത്ത് നടക്കുക. വേണ്ടാത്ത സമയത്ത് വേണ്ടാത്തത് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ പാവം വിധിക്കും. ഒറ്റ വാക്കുകൾ നിർത്തുക. വേണ്ടാത്ത സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് അവസാനിക്കുന്നത് പാപത്തിലായിരിക്കും. പാപം ചെയ്തു, അതൊക്കെ മറന്നു, നാളെ നമ്മൾ പറയുമ്പോൾ ബോധം ഉണ്ടാകുന്നത്. പക്ഷെ ബോധം ഉണ്ടായപ്പോൾ 51ാം സങ്കീർത്തനത്തിൽ ദാവീദ് നെടുമ്പാട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ തൊട്ടും പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ, എന്റെ അന്യായത്തിൽ എന്നെ കരുതണമേ, ഹൃദയം എനിക്ക് തരണമേ, എന്റെ പരിശുദ്ധാത്മാവിനെ നെടുക്കരുത്, നിന്റെ മുമ്പിൽ തന്നെ തള്ളിക്കളയരുത്. ഇങ്ങനെ നമുക്ക് പറയുക. ഒരു പശ്ചാത്താപം എന്ന് പറയുന്നത് നമ്മളൊക്കെ പാപത്തിനുണ്ടോ? പാപത്തിന് ഞാൻ ജലീകരാണ് നമ്മൾ. ഈ ജലീകരായി നമ്മൾ പാപത്തിന് വശപ്പെടും. പക്ഷെ പാപം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ പക്കൽ നെടുമ്പാടുകൾ ആ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാറുണ്ട്. ഇത് തന്നെയാണ് പുതിയ നിയമവും പഴയ നിയമത്തോട് പഠിക്കുന്നത്. നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഇത് സഹോദരനോട് എതിർച്ചയുണ്ടെങ്കിൽ ഇത് ബലിവർത്തു ആലയത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട് സഹോദരന് പോയി നിരപ്പാകാനാണ് പറയുന്നത്. ഈ നിരപ്പിന്റെ ആ ഒരു വിശേഷം, ആ നിരപ്പിന്റെ ദൈവത്തോട് നിരപ്പാക്കണം, സഹോദരനോട് നിരപ്പാക്കണം. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ പശ്ചാത്തലം എന്ന് പറയുന്നത് സൃഷ്ടാവിനോടും സൃഷ്ടികളോടും നിരപ്പാകുന്ന ഒരു പ്രക്രിയയാണ്. അതുണ്ടാകുന്നത് ഹൃദയം
ഉണ്ടാവില്ല. ഹൃദയത്തിന് മാറ്റം ഉണ്ടാകണം. പശ്ചാത്താപം ഉണ്ടാവണമെങ്കിൽ മാനസാന്തരം വരണം. ആ മാനസാന്തരത്തിലുള്ള പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദൈവത്തോടെ ഒത്തിരിമായിട്ട് പ്രാർത്ഥിക്കാം. പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തക്കാണ് എന്റെ കാതുകൾ അടഞ്ഞിട്ടില്ല, എന്റെ കൈകൾ ഉരുകിപ്പോയില്ല. പക്ഷെ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ നനയ്ക്കുന്നു. നമ്മുടെ പരദൈവമായ കർത്താവിൽ നിന്ന് നമ്മളെ അകറ്റാതിരിക്കാൻ നമ്മുടെ പാപങ്ങൾ കാരണമാകാതിരിക്കട്ടെ. നമ്മുടെ ഓരോ മക്കളും, നമ്മുടെ ഓരോ മക്കളെ അവരുടെ തിരിച്ചറിവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പറഞ്ഞു വെക്കുന്നത്, പാപമായിരുന്ന എല്ലാവരും യേശുക്രിസ്തു സ്നാനം സ്വീകരിക്കാൻ ഒത്തിരി പറയാനുണ്ട്. ഞാൻ അതിന്റെ വളരെ കാതലായി 1-2 പേർ സ്നാനം എന്ന് പറഞ്ഞു. നമ്മൾ സത്യമുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. ഒരു കാര്യമുള്ളത്, സ്നാനം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചേരുന്നതിനാണ് സ്നാനം. വളരെ സിമ്പിളായി യേശുക്രിസ്തുവിനോട് നമ്മൾ ചേരുന്നതാണ് സ്നാനം. സ്നാനത്തോടെ ക്രിസ്തുവിന്റെ ആത്മഭരണത്തോടും നമ്മൾ പങ്കാളികളാകുന്നു. അതിലൂടെ എല്ലാവരും പാപത്തിൽ നിന്നും വീണ്ടും ജനനം ലഭിക്കുന്നു. മനുഷ്യ ഇച്ഛയിൽ ജനിച്ച നാം, നമുക്ക് മനുഷ്യ ഇച്ഛയിലാണ് ജനിച്ചത്. അതാണ് നവീകരണം ഞാൻ സൂചിപ്പിച്ചത്. യേശുവിൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്നതാണ് സ്നാനം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്കുണ്ടാകണം. അതാണ് സ്നാനം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ വളരെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് പറയണം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ലെന്ന് പറയും. ഏറ്റവും ആവശ്യം സ്നേഹം, രണ്ടാമത് സഹനം. സ്നേഹവും സഹനവും ഇല്ലാതെ ക്രിസ്തു ജീവിതമില്ല. നമ്മളിപ്പോ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നത് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കും, എഴുതുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മള് ആ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് സഹനവും സ്നേഹവും ക്ഷമയും. ഇത് പരിശുദ്ധാത്മ നമ്മള് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിലൂടെ, യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ വളരുന്നതിന് സ്നാനം. നമ്മൾ ശിശുസ്നാനമായിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് വളർച്ചയിലൂടെ വചനം എന്ന പാല് കുടിച്ച് പൗലോസ് പറയുന്ന പോലെ ഒരു ചെറുതായിരുന്നപ്പോഴും പാല് കുടിക്കണം. അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്നതോറും കട്ടിയുള്ള ആഹാരം കഴിക്കും എന്ന് പറഞ്ഞാൽ വളർച്ചയിലേക്ക്, ക്രിസ്തു അത് തലമുറ നമ്മൾ വളരുക. അല്ലെ ആത്മാവിന്റെ അഭിഷേകം ധൈര്യത്തിനും നമ്മളിലുണ്ടായി നമ്മൾ ആ ഒരു ആത്മീയ അഭിഷേകത്തിൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കണം. പറ്റാത്തതിച്ച് മാനസാന്തരപ്പെട്ട് എല്ലാം നമ്മൾ കഴിഞ്ഞു, ഈ കേൾക്കുന്ന എല്ലാവരും ഇത് കഴിഞ്ഞു വരാം. അത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം. അതില്ലാതെ അല്ലെങ്കിൽ ആത്മാവിന്റെ ആ ഒരു ആശ്രയം അല്ലെങ്കിൽ ആത്മാവിന്റെ സ്പർശം നമ്മളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 1-12 തൊട്ട് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ 9 കൃപാവരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലോട്ട് ഇത് നടക്കുന്നില്ല. അത് കൃപാവരങ്ങൾ മാത്രം. ഞാൻ കൃപാവരങ്ങൾ ഈ 9 എണ്ണത്തിന്റെ 3 ഞാൻ സംവിവരിക്കും. ഒന്നാമത് പറയുന്നത് ദൈവശക്തിയുടെ ഫലങ്ങൾ എന്ന് പറയും. അത് വിശ്വാസത്തിന്റെ ഫലമുണ്ട്, രോഗശാന്തികളുടെ ഫലമുണ്ട്, അത്ഭുത പ്രവർത്തികൾക്കുള്ള ഫലമുണ്ട്. ആ 9 എണ്ണം പറയുന്നില്ല. അത് പറയുന്നത് ദൈവശക്തിയുടെ ഫലമാണ്. രണ്ടാമത് പറയുന്നത് ജ്ഞാനത്തിന്റെ ഫലം, പരിജ്ഞാനത്തിന്റെ ഫലം, വിവേചന ശക്തിയുടെ ഫലം, ആത്മാർത്ഥത്തിലെ വിരോധികളും, അത് വിശ്വാസത്തിന്റെ ഫലം. പിന്നെ പറയുന്നത് ഭാഷാപരം, വ്യാഖ്യാനിക്കാനുള്ള ഫലം, പ്രവചിക്കാനുള്ള ഫലം. ഇത് പോക്കറ്റ് ഗിഫ്റ്റാണ്, വാളെന്ന് പറയുന്ന ഗിഫ്റ്റാണ്. ഈ 9 എണ്ണം ഇതിന്റെ ഫലം ആത്മീയ ദാനങ്ങളും അതിന്റെ ഫലങ്ങളെ, അതിന്റെ കൃപാവരങ്ങളെ, അതിന്റെ പ്രചോദനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റുകളെ കുറിച്ച് പറയാനാണ് ദിവസങ്ങളോടും പറയാനുണ്ട്. ഈ 9 ഫലങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം ഓരോ സഹോദരൻ പറഞ്ഞു, ആത്മാർത്ഥമേ ഉള്ളൂ, വരങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് മുട്ടിപ്പായിട്ട് നമ്മുടെ കർത്താവിന്റെ കുരിശിനെ ചൂണ്ടിച്ചിട്ട് മുട്ടിപ്പാട്ടിട്ട് പ്രാർത്ഥിക്കും, പിതാവേ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വരണമേ എന്ന്. ആ ആത്മാവിന്റെ അഭിഷേകം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ സീറോ ആയ. പക്ഷെ ആത്മാഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഹീറോ ആകും. അങ്ങനെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ മക്കളും ഹീറോകളായിട്ട് ആത്മാഭിഷേകത്തിൽ ഹീറോകളാകാൻ വേണ്ടി നമുക്ക് പേരൻസിനെ മുട്ടിപ്പാറ്റണം. പിതാക്കന്മാരുടെ പ്രാർത്ഥന ഒത്തിരി അഭിഷേകം കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പോകാൻ വേണ്ടി നമുക്ക് മുട്ടിപ്പായിട്ട് ഈ അവരുടെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി അവരെ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കാണും. അവരുടെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയൊക്കെ ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി മറ്റ് നമ്മുടെ
കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പിതാക്കന്മാരായ നമുക്ക് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നാലാമത് പറഞ്ഞ കാര്യം, ഞാൻ ഈ 4, 5, 6, 7 കാര്യങ്ങൾ ഒരുമിച്ച് പറയാനായി. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രബോധനം അനുസരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം മുറിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ ഓരോ സഭാവിശ്വാസത്തിന്റെ ആചാരങ്ങളുടെ പേരിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രബോധനങ്ങൾ അനുസരിക്കുക. ഈ പ്രബോധനങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രബോധനം അത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം, നമ്മൾ ഏത് വിശ്വാസ കൂട്ടായ്മയാണെങ്കിലും ആ വിശ്വാസ കൂട്ടായ്മയിലെ സ്പിരിച്വൽ ലീഡറിനെ പറയുന്ന അനുസരിക്കാൻ ബാധ്യസ്ഥ. നമുക്കറിയാം, എക്സറോസ് വായിക്കുമ്പോൾ പുറപാട് വായിക്കുമ്പോൾ മോശ പറയുമ്പോൾ ഓരോ പറയുന്നുണ്ട് മോശയ്ക്ക് മാത്രമേ വെളിമത്തെ യുദ്ധത്തുള്ളൂ. ഒരു സംഭവം നമുക്കറിയാം. അപ്പൊ മറുതലിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിരിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോശയുടെ കൂട്ടത്തിലിരിക്കുന്നവരുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം, പക്ഷെ അവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുതെന്നാണ്. ചില സ്പിരിച്വൽ ലീഡേഴ്സ് കാണും, ലീഡേഴ്സ് ആണെങ്കിലും അതിനൊക്കെ വീഡിയോസായിട്ട് ചെയ്യുന്നവർ. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു പക്ഷേ അപ്പോസ്തലന്മാരുടെ പ്രബോധനം ആ വചനം തന്നെയായിരിക്കും. ആ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇത് പറയുമ്പോഴാണ് ഞങ്ങൾ 4 ഒരുമിച്ച് ഞാൻ പറയുന്നത്. ഇന്ന് ദൈവം നമ്മോട് സംവാദം ചെയ്യുന്ന ഇടവെന്ന് പറഞ്ഞത് 2 ഇടവേ ഉള്ളൂ. ഒന്ന് തിരുവചനമാണ്. ഞാനും നിങ്ങളും രാത്രിയും വൈകുന്നേരവും വായിക്കുന്ന വചനമാണ് നമ്മുടെ ദൈവം നമ്മളോട് ദൈനംദിനം ഇടപെടുന്നത്. രണ്ടാമത്തെ അപ്പം മുറിക്കൽ. തിരുമേശയിൽ നമ്മൾ പറയും, കുർബാനയിൽ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ അൽത്താരയിൽ ദൈവത്തിന്റെ തിരുശരീരം തിരുരക്തമാണ്. അപ്പൊ നമ്മളോട് ഇന്ന് സമ്പാദിക്കുന്നത് ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് 2 മാത്രമാണ് നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്നതും ആത്മാഭിഷേകത്തിന് നമ്മളെ യോഗ്യരാക്കുന്നതും. അതിന് പശ്ചാത്തലം വേണം, മാനസാന്തരം വേണം, പ്രാർത്ഥന വേണം. അപ്പോൾ ആമുഖമായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മളോട് ഇന്ന് സമ്പാദിക്കുന്നത് നമ്മളുടെ നിത്യജീവനിൽ നമ്മളോട് യേശുക്രിസ്തു എന്നിലോട്ടും നിങ്ങളോട് സംസാരിക്കുന്ന 2 രൂപത്തിലാണ്. ഒന്ന്, ഞാനും നിങ്ങളും വായിക്കുന്ന തിരുവചനത്തിന്റെ രൂപത്തിൽ. വചനം തീയുള്ളതാണ്, അല്ലെങ്കിൽ വചനം ഇതിനെക്കുറിച്ചുള്ള വാളാണ്, ജീവൻ നൽകുന്നതാണ്, ജീവിപ്പിക്കുന്നതാണ്, ജീവന്റെ ഉറവിടമാണ്. ആ വചനം എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ വലിയ അഭിഷേകമാണ്. ആ വചനം എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച്, ആ വചനം എടുത്ത് നമ്മൾ ഉപയോഗിച്ച്, ആ വചനമെന്ന സർവ്വത്തിൽ ലഭിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വചനമാണ് നമ്മളെ എല്ലാവരും രക്ഷിക്കുന്നത്. അപ്പൊ വചനം പഠിക്കുവാനും ആ വചനം നമ്മൾ പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയട്ടെ. രണ്ടാമത് കഥാപുരത്തെ പറഞ്ഞ പോലെ, എന്റെ ശരീരം ഭക്ഷിക്കാത്തവനും എന്റെ രക്തം കുടിക്കാത്തവനും എന്നോട് പങ്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആ തിരുശരീരത്തിന് തിരുമേശയ്ക്ക് അല്ലെങ്കിൽ കുർബാനയില് നമുക്ക് പങ്കെടുക്കുവാനും കർത്താവിനെ വചനമായിട്ടും ആ കർത്താവിനെ വചനമായ കർത്താവിനെ മാംസമായിട്ടും അപ്പത്തിന്റെ രൂപത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ ഇടയാകണം, സാധിക്കണം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകമാണ്. കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, മലയാളം കൂട്ടായ്മ ആ ഒരു തലത്തിൽ കൂടുതൽ പറ്റിയിരിക്കുന്നത്. അതിനോട് കുറച്ചുകൂടെ ഒരു ഇത് നോക്കണമെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നതിനുള്ള കൂടുതൽ ഘടകങ്ങളുണ്ട്. ഒന്നാണ് കെയറിംഗ്, രണ്ടാമത് വരുന്ന ബെയറിംഗ്, മൂന്നാമത് വരുന്നതാണ് ഷെയറിംഗ്. കൂട്ടായ്മ പ്രവർത്തനം, ഈ 3 ഘടകങ്ങളും വേണം. ഒന്ന്, നമ്മൾ കെയറിംഗ് ആയിരിക്കണം. എന്താണ് കെയറിംഗ് എന്ന് പറയുമ്പോൾ? പരസ്പരം കരുതാനുള്ള മനോഭാവം. നമുക്ക് ആദ്യം പിതാക്കളുടെ ആദാമിന്റെ മക്കള് കായേനും ഹാബേലും കർത്താവ് ചോദിക്കുന്നത് വന്നിട്ട് ആ കഥക്കുളത്തിലുള്ള അല്ലെങ്കിൽ 30 ദിവസം വായിക്കുന്നത് കർത്താവ് കാറ്റനോട് ചോദിക്കുന്നു, സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പൊ കാറ്റൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ. എവിടെ പരസ്പര കരുതൽ. അപ്പൊ നമ്മൾ അന്വേഷിച്ച സഹോദരന്റെ കാവൽക്കാരനാകുന്നതാണ് ആ കെയറിംഗ്, അല്ലെങ്കിൽ പരസ്പരം കരുതല്. ആ കെയറിംഗ് നമ്മുടെ കുടുംബത്തിൽ ആദ്യം തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ മാരേജിൽ തുടങ്ങണം. രണ്ട് ദേശത്ത് സഹജീവികളോടെ നമ്മുടെ സഹജീവികളോടുള്ള ഒരു കെയറിംഗ് മെന്റാലിറ്റി. നമ്മുടെ കഥയിൽ പറയുന്നത് പറഞ്ഞാൽ അത് കെയറിംഗ്. ഒരു ധനവാനത്തിന്റെ കഥയിൽ പറയുന്നുണ്ട്, യാതൊരു തൊഴിലാളിക്ക് ധനവാനം കിട്ടിയില്ല, എന്തുകൊണ്ടാണ് ചെയ്തോ? ഈ ധനവാൻ ഹസന്റെ എന്തെങ്കിലും ചെയ്തോ? ഇവരെ കിടന്നോളാൻ പറഞ്ഞു, കാട്ടത്തിലുള്ള ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു.
പക്ഷെ സ്വർഗത്തിന് കിട്ടിയില്ല. കാരണം എന്താ? He has not given him proper caring. അപ്പൊ നമ്മുടെ സഹജീവികളോട് ആ ഒരു പരസ്പര സഹകരണം കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അതാണ് ഏറ്റവും വലുത്. രണ്ടാമത് വേറെ ഭാരം വഹിക്കുന്നവരായിരിക്കണം. ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ ഭാരം വഹിക്കുന്നവരാണോ അത് മറ്റുള്ളവർക്ക് ഭാരം കൊടുക്കുന്നവരായിരിക്കും. ചിന്തിക്കുന്ന നല്ലതായിരിക്കും. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ വേറെ കഥയിൽ പറയുന്നുണ്ട്. വേറെ രീതി പറഞ്ഞ നമ്മൾ മുറിവ് കെട്ടുന്നവരാണോ മുറിവ് ഉണ്ടാക്കുന്നവരാണോ? നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വചനം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു ആക്ഷൻ കൊണ്ട് ആർക്കെങ്കിലും മുറിവുണ്ടാക്കുന്നു. മുറിവുണ്ടാക്കാതെ മുറിവ് കെട്ടുന്നത് അന്യന്റെ കാവൽക്കാരനുമായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമത് കൂട്ടങ്ങളുടെ അടിസ്ഥാന ഘടകമാണ് ബെയറിംഗ്. പാഠങ്ങൾ വഹിക്കുന്നത്. മൂന്നാമതാണ് ഷെയറിംഗ്, പരസ്പരം പങ്കുവയ്ക്കുക. ഇത് വലിയൊരു ചോദ്യം. എന്ത് പങ്കുവയ്ക്കണം? കുറച്ച് ആശം ഉണ്ടെങ്കിൽ ഇല്ലാത്തവർ കൊടുക്കാറുണ്ടോ നമ്മളെല്ലാവരും? അതൊരു ഷെയറിംഗിന്റെ മോശമാണല്ലേ പറയുന്നത്. വചനം പറയുന്നത് പണം മാത്രമല്ല, നമ്മുടെ അറിവുമുണ്ട്, നമ്മുടെ ആരോഗ്യമുണ്ട്, നമ്മുടെ സമയമുണ്ട്, നമ്മുടെ സ്നേഹമുണ്ട്. ഏറ്റവും വലുതാണ്. അപ്പം നമുക്കുള്ള സമ്പത്തൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ നമ്മള് ബാധ്യതയുള്ളവരാണ്, ബാധ്യസ്ഥരാണ്. ഒരു കവിതത്തിൽ കവിയുണ്ട്, നന്ദി ആദ്യം ഞാൻ പറയുന്നത് നമുക്കറിയാം. അപ്പൊ എനിക്ക് ഭക്ഷണം തന്നവരോട് ചൊല്ലണമോ, എനിക്ക് രക്തം തന്നവരോട് ചൊല്ലണമോ എന്ന് ചോദ്യം കവി പാടുന്നുണ്ട്. നന്ദി ആദ്യം ഞാൻ. അപ്പൊ നമ്മുടെ നന്ദിയോടെ നമ്മുടെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. എന്ന് വെച്ചാൽ പങ്കുവെച്ച് ഷെയർ. നമുക്കിത് കാണുന്ന വലിയ ഇന്നത്തെ സമൂഹത്തിലേക്ക് ഫാമിലി കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഷെയറിങ്ങിന്റെ ഒരു തലമൊക്കെ മാറ്റി മറിക്കും. കാരണം നമുക്കറിയാം, ആ കുഞ്ഞിനെ കിടക്കുന്ന കട്ടിലെ വേറെ തന്നെ കത്തത്തില്ല. അവനൊന്നും പാത്രത്തിൽ വേറെ ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് എന്റേത്. ആ ഒരു വലിയൊരു എന്റേതൊക്കെ എന്റേത് എന്നുള്ള ഞങ്ങളുടേത് നമ്മളുടെ കാഴ്ചപ്പാട് മാറുന്നു. നമ്മളെ പോലെ ഒരു 50 വയസ്സിൽ മോളി വളർന്നവരുടെ ആ കാലഘട്ടത്തിലെ ഒരു മെന്റാലിറ്റി നമുക്കായാലും കുഴപ്പം. നമ്മൾ വളർത്തിയാലും ഒന്നും രണ്ടും വിടാൻ മാത്രമായി എല്ലാവരെയും അവരവരുടെ ചോദ്യം ഭയങ്കര കയറി പോയി. അതിനൊരു മാറ്റം. കാരണം അത് നമ്മുടെ ഇനിയെങ്കിലും അതിനൊന്ന് ശ്രമിക്കണം. ഷെയർ ചെയ്യാനുള്ള, സഹജീവികളോട് ഷെയർ ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ഞാൻ പറയാനുള്ളത്, അപ്പം മുറിക്കലും പ്രാർത്ഥനയാണ്. ഞാൻ സൂചിപ്പിച്ചു, ദൈവം നമ്മളുടെ വസിക്കുന്നത് വചനമായിട്ടും തിരുവചനമായിട്ടും ഇത് ശരീരത്തിലെ പ്രധാനമായിട്ടാണ്. ഇത് നമുക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സംവാദം. നമ്മൾ 2 നേരം പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓരോരുത്തരും കാണുമെന്ന് വിശ്വസിക്കുന്നു. സമയത്ത് 2 നേരം പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, ആ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏക മനസ്സോടെ ആത്മാവിൽ പ്രാർത്ഥിക്കാം. മമ്മിക്ക് നിക്കണോ? അമ്മേ, മമ്മിക്ക് നിക്കണോ? ഞാൻ വീഡിയോ ഓഫ് ആക്കാം. നിക്ക്, കുറച്ച് നേരം നിക്ക്. മനസ്സെന്ന് പ്രാർത്ഥിക്കും. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് സോളുണ്ട്, മൈൻഡ് ഉണ്ട്. ആത്മാവുണ്ട്, ഹൃദയമുണ്ട്. ഹൃദയം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ബന്ധത്തെ, മാനുഷിക ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് സഹജീവികളുടെ സ്നേഹത്തിൽ നിന്നുള്ളതായിരിക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ വരുന്നത് ഉൾപ്പെടെ നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുക. അത് കൊടുക്കാന്നല്ല, നമ്മുടെ കാര്യം വേറെ ആരുമില്ല. നമ്മുടെ കാര്യം നമ്മുടെ
അതുകൊണ്ട് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അത് നമ്മൾ പറഞ്ഞേ വേറെ ആരും നമുക്ക് വേണ്ടി പറഞ്ഞു തെറ്റെന്ന് അറിയാൻ പറഞ്ഞു. പക്ഷെ അല്ല ഗൗരിയായിട്ട് ആ സ്നേഹത്തിലുള്ള നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഓക്സിജനിരിക്കുന്നവർക്ക് വേണ്ടി ഇതൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്കൊരു നമുക്ക് എഴുതുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ് പ്രചാരണം വെച്ച് മാനസാന്തരപ്പെട്ടിട്ട് രൂപാന്തരത്തിലേക്ക് ഈ രൂപാന്തരം ഒരു ദിവസം ഉണ്ടാക്കിയ രൂപാന്തരമാകില്ല. അവിടെ ജീവിതവും കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷം അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അനുദിനം രൂപാന്തരം ഉണ്ടാകേണ്ടത്. ഇന്നും രൂപാന്തരം ഉണ്ടായി നാളെ വേണ്ട. നോനോ നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമുക്ക് രൂപാന്തരം ഉണ്ടാകും. ഈ രൂപാന്തരം റോമർക്കെതിരെ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ വായിച്ച് നോക്കിയാൽ അറിയാം. ഈ രൂപാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തെ കല്യാണത്തിനെ കുറിച്ച് ഇന്നത്തെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ കവിത എഴുതാറുണ്ട്. കാലഘട്ടമുണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ബൈബിളിലെ എപ്പോഴെങ്കിലും തീ കൊടുത്തിട്ട് എല്ലാവരോടും കവിത എഴുതാൻ പറയുന്നുണ്ട്. കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ മഹാകവിയായിരുന്നു. അദ്ദേഹത്തിനോട് ഒരു കവിത എഴുതാൻ പറയും. രൂപാന്തരം പറയാനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ അദ്ദേഹം അനേക പേജുകളിൽ ഒത്തിരി പേര് കവിതകളും രചനകളും നടത്തി. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് അദ്ദേഹത്തിന്റെ 2 വട്ടങ്ങളിൽ എഴുതി. When mortal soul is created, it blushes to wine. വെള്ളം തന്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ അത് വീഞ്ഞായിട്ട് കൊടുത്തു. നമുക്കത് രൂപാന്തരമുണ്ട്. നമ്മളൊക്കെ സ്വയം ആത്മപരിശോധന നടത്തുന്ന കാലമാണ്. നമ്മളൊക്കെ വചനം വായിക്കുന്നുണ്ട്, ആഴ്ചയിൽ എന്നും പോയി കുർബാന കൊള്ളുന്നുണ്ട്, വീട്ടിൽ 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നടത്തും. ഇതൊക്കെ നമ്മളൊരു കടമ പോലെ നടത്തുകയാണ്. എനിക്ക് നിങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടി അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് ഈ രൂപാന്തരത്തിന്റെ വേറെ ബട്ടർഫ്ലൈക്കാണ്. ഈ ബട്ടർഫ്ലൈ കടലിന് മുമ്പായി പടയെടുക്കണം. മുട്ടയായി, മുഴുവായി, പ്യൂപ്പയായി, പിന്നെ പ്യൂപ്പയാണ്. ഷെല്ലിനകത്ത് 14 ദിവസം ഇരിക്കണം. അതാണ് പ്രാർത്ഥന. ധ്യാനമാണ്, റിട്രീറ്റാണ്, അതൊരു വിഭജനമാണ്. നമുക്ക് ഉണ്ടാകണം. നമ്മൾ കർത്താവിനോട് മുഖാമുഖം കാണണം. കർത്താവിനെ മുഖാമുഖം കണ്ടവർക്ക് മാത്രമേ അഭിഷിക്തനോ അഭിഷിക്തനാകാൻ സാധിക്കുള്ളൂ. അത് പ്രാർത്ഥന കിട്ടില്ല. ദൈനംദിനം നമ്മൾ കർത്താവിനോട് ഏകമായിട്ടില്ല. ഇവിടെ കുടുംബപ്രാർത്ഥനകളൊക്കെ ആവശ്യം. ഞാനൊക്കെ ഈ പ്രാർത്ഥന കുടുംബപ്രാർത്ഥന അതിനാദ്യം വൈകുന്നേരം ചൊല്ലും. 55 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ബോധം ഉണ്ടായത്. ഇങ്ങനെ പോരാ, കുറച്ചുകൂടെ ദൈവത്തോടെ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഏകമായിട്ടിരുന്ന ദൈവത്തിൽ സംസാരിക്കണമെന്ന് ബോധം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പകർത്താൻ വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നില്ല. അപ്പൊ ആ ജീവിതത്തിൽ പടപ്രതീക്ഷത്തിന് എങ്ങനെ 14 ദിവസം അത് തന്നെ ഉണ്ടാക്കി ശരീരത്ത് കയറി ഇരിക്കണം. എഴുതി നിൽക്കുന്ന സാധനം ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറന്ന് നടക്കണം. നമ്മൾ ദൈവം അഭിഷിക്തരായിട്ട് അതിന് ദൈവം നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടിയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്നേഹത്തോടുള്ള പ്രാർത്ഥന, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതാണ് ആത്മാവ്. ആത്മാവ് പ്രാർത്ഥന ചെയ്യാം. വേറെ ആർക്ക് ആത്മാവൊന്നുമില്ല. ദൈവമാണ്. അപ്പൊ ദൈവമായിട്ടും സഹജീവമായിട്ടും പ്രാർത്ഥന വന്നത് മനസ്സിൽ വായിക്കാറുണ്ട്. I'm in a meeting. We have our family meeting today, so we have a family meeting. So we have like 42 people in our meeting right now, and I'm conducting 2 meetings. I think we finish in the next 30 minutes. 30. I invite Manu Gundala to do the set of the Bible. Okay. I'll call you. Okay, bye. കാണാത്ത പറയുന്നവർക്ക് സാമ്പിൾ നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഈ പൈസ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ചിലപ്പം അമ്മയെ മകയ്ക്ക് ചെയ്തിട്ട് പറയാം. ബാക്കി ഏതൊക്കെ
ഈ കാണാതെ പറയാം. അഡ്രസ്സും എനിക്ക് പ്രൊഫസറിനകത്ത് തരാൻ പാടില്ല. അത്രയും പേര് അഡ്രസ്സും അയച്ചേരണം. എനിക്ക് 20 പരിശീലനം കഷ്ടപ്പെട്ടതാണ്. ഞാനൊരു വായിക്കും, പക്ഷെ അതങ്ങനെ അത് അവരുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. അത് സാരമില്ല. അമ്മ അത് ഇവിടുത്തെ പ്രശ്നമല്ല, അവിടുത്തെ പ്രശ്നം. അതുകൊണ്ടെങ്കിൽ എന്താ ആലോചിക്കാനായിട്ട് ഞാൻ സമയം കൊടുക്കാം. അവരുടെ അധ്യക്ഷയും 34 അതുകൊണ്ട് ലൂക്ക് 12-ന്റെ 49 മുതൽ 53 വരെ ശരിയും പറയുന്നത് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാദത്തിലേക്ക് ഞാൻ വന്നത്. അതാണ് മത്തായി 10:34. പിന്നെ അടുത്ത ലൂക്ക് 12-ന്റെ 49 മുതൽ 53 വരെ നമുക്ക് കേൾക്കാം. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോഴത്തെ കത്തിയെങ്കിൽ കൊള്ളണമായിരുന്നു എന്നല്ലാതെ ഞാൻ അടുത്തത് ഇച്ഛിക്കേണ്ടു. എങ്കിലും എനിക്ക് സ്നാനം എടുക്കുവാനുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ എത്ര ഞരങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ല, ചിത്രം എടുക്കുന്നതിന് അത്രയും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ഒരു വീട്ടിൽ 20 മൂവരും 100 ഇങ്ങനെ 5 തമ്മിൽ ചിത്രിച്ചിരിക്കും. അമ്മയോടും അമ്മയോടും ചിത്രിച്ചിരിക്കും. എന്തോ നമ്മുടെ ഫാമിലി മീറ്റിംഗില് നമുക്ക് മെസ്സേജ് നമുക്ക് ഫാമിലി എല്ലാ മാസവും നമ്മുടെ ഫാമിലി പ്രയർ മീറ്റിംഗ് ഉണ്ട്. എല്ലാ മാസവും മാസ അവസാനം ആണ് നമ്മൾ കൂടുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ഉദ്യോഗത്തിനെക്കാട്ടിലും നമുക്ക് അവിടെ ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സമയം നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്താനായിട്ട് പറയുന്നു ഈ വിഷയം. പക്ഷെ 5 മിനിറ്റ് കൂടുതൽ പോകാൻ പാടില്ല. ഈ 5 പേരുണ്ട്, അല്ലാതെ ഈ 5 പേരല്ലാതെ വേറെ ആർക്ക് വേണമെങ്കിലും പറയാം. അതിൽ നല്ലതായിട്ട് നമ്മളോട് പറയുന്നത് ഈ കേൾക്കുന്നവരാണ് എന്റെ മാർക്ക് വേണ്ടത്. റെഫറൻസ് എന്ന് പറയാം. മത്തായി 10:34, മാത്യു 10th chapter 34. അതുപോലെ ലൂക്കോസ് 12th chapter 49 തൊട്ട് 53. അത് രണ്ടും സെയിം ആണ് പറയുന്നത്. അതിന് മത്തായിൽ പറയുന്നത് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുമെന്ന് സമാധാനമല്ല, വാദത്രയും ഞാൻ വരുത്തുവാൻ വന്നത് എന്ന് കർത്താവ് പറയുന്നു. അതിനെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടാണ് ഉള്ളത്. അപ്പൊ അതിനൊരു മുമ്പ് അവർക്ക് ഒരുങ്ങാനായിട്ടുള്ള സമയമുണ്ട്. അപ്പൊ അതിനോടകം അടുത്ത പ്രോഗ്രാമിലോട്ട് പോകാം. അടുത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ കുട്ടികളെ 10-20 വയസ്സിനിടയിലുള്ളവർക്ക് അത് കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിച്ചോ. ദൈവം മനുഷ്യർക്ക് നൽകുന്ന ആദ്യത്തെ കൽപ്പന ഏതാണ്? ഓക്കെ, മോളെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. Our 12th program, I invite Nicholas and Rini for a beautiful song. കേൾക്കാം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീ ഉണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം.
എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്റെ അഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ഇങ്ങനെ എന്നായി ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്നും കൊണ്ടീത്. അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമതേ നിഗമങ്ങളും അവൻ ധൈര്യമതേ വഴി നടത്തിയ അതിശയമായി നന്ദിയുണ്ടെന്നും നിൻ കൃപാമതി. വഴി നടത്തിയ അതിശയമായി നന്ദിയുണ്ടെന്നും നിൻ കൃപാമതി. എല്ലാം നന്മയ്ക്കായി നല്ല നാഥനേ, നീ എന്റെ അഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ചെങ്കടൽ നിങ്ങൾ പറവാൻ സൈന്യം, എല്ലാം തകർന്നു ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ പിന്നെ പറവാൻ സൈന്യം, എല്ലാം തകർന്നു ഇനി ജീവിതം വേണ്ട. വിചാരങ്ങളെല്ലാം അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളെ. വിചാരങ്ങളെല്ലാം അവൻ ആശകളെ. വഴി നടത്തിയ അതിശയമായി നന്ദിയുണ്ടെന്നും നാഥനിൻ കൃപാമതി. വഴി നടത്തിയ അതിശയമായി നന്ദിയുണ്ടെന്നും നാഥനിൻ കൃപാമതി. എല്ലാം നന്മയ്ക്കായി നല്ല നാഥനേ, നീ എന്റെ അഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്റെ അഭയം രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ഇത് നമ്മുടെ തിരുവല്ല കൊല്ലമന പാപ്പച്ചാന്റെ മകനാണ് കുര്യൻ. ആദ്യമായിട്ടാണ് ഇവര് ഉപയോഗത്തിനാണ് വരുന്നതും കേറുന്നതും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കുര്യന്റെ വൈഫ് റീനി ഇലനിക്കൽ കുടുംബമാണ്. ഇവർക്ക് ഒരു മകൻ റോൺ ഇപ്പൊ സ്റ്റേറ്റ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ വളരെ To tell us about Bible quiz, I invite Srimati Laila Joseph. അമ്മാമ്മയ്ക്ക് അസൗകര്യമുള്ളതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോകാം. ലേഡീസ് ഫസ്റ്റ് ആണ്. റാണി അല്ലെങ്കിൽ ജോസഫ് ജോൺ അച്ചായനുണ്ടോ ഇതിനകത്ത്? അച്ചായനും ഇല്ല. അപ്പം തമ്പിച്ചായൻ റാണിയും ഉണ്ട് ഇതിനകത്ത്. മോശമുണ്ട്. ഈ 3 പേര് പറയണം തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ലേഡീസ് ഫസ്റ്റ്, റാണി ഫസ്റ്റ്. Praise God. എനിക്ക് സമയം തന്നതിനായി സ്തോത്രം. നിങ്ങൾക്കെല്ലാം നന്ദി. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നതായിട്ടുള്ള അറിവിനൊക്കെ നമ്മൾ സംസാരിക്കും. അത് fulfill what he wants to fulfill. ഇതാണ് എന്റെ പ്രാർത്ഥന. കാര്യം നമുക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ നമ്മളെല്ലാവരും make it possible. അതാണ് എന്റെ പ്രാർത്ഥന. So 34 എന്ന് പറയുന്ന വേഴ്സ്
Say, do not think that I have come to bring peace to the earth. I have not come to bring peace, but a sword. അത് ഒന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലായി ജീസസ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ he has come here not only I have come to bring peace to the earth. I have not come. Do not think that I have come to bring peace to the earth. I have not come to bring peace, but a sword. ഇവിടെ വളരെ വ്യത്യാസമായിട്ട് കാണാൻ പറ്റുന്നത് പീസ് മാത്രത്തിനല്ല, പക്ഷേ ബട്ട് എ സ്വോർഡ്. ഇവിടെ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായത് ജീസസ് മെസ്സേജ് ഇൻഹെറന്റ്ലി വായിച്ചു നോക്കിയാൽ ഇറ്റ് ബ്രിങ്സ് കോൺഫ്ലിക്റ്റ്. ആദ്യം കേൾക്കും നമ്മൾ വായിക്കും, ഞാൻ തന്നെ ഒന്ന് വായിച്ചു കേൾക്കും. പക്ഷേ കാണിക്കുന്നത് ആരൊക്കെ അവന്റെ വേലയില് പോയാല് whoever goes as a disciple who follow Jesus, he is in advance saying that persecution and martyrdom is for sure. അത് നമ്മൾ അറിഞ്ഞില്ല. And the believers and non-believers, they will be. അപ്പൊ അവിടെ ഒരു വ്യത്യാസം അവിടെ കൊണ്ടുവരുന്നു. ഇത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിത് വായിച്ചപ്പോൾ ഞാനിത് തന്നു, ഞാനിത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലോട്ട് പോയെന്ന് പറഞ്ഞാൽ 2 Corinthians 15 പറയുന്നുണ്ട്, നമ്മൾ വിശ്വാസികളായിപ്പോൾ നമ്മളൊരു അരോമ ഓഫ് ക്രൈസ്റ്റ് ആണ്. ആ അരോമ ഓഫ് ക്രൈസ്റ്റ് രണ്ട് രീതിയിൽ വരും. ജീസസ് ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും വന്നിട്ടുണ്ട്. ഈ അരോമ ഓഫ് ക്രൈസ്റ്റ് ജീസസിന്റെ നമുക്ക് നോളജ് കൂടി നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു നമ്മളെ ദൈവം അരോമ ഓഫ് ക്രൈസ്റ്റ് ആയി നമ്മള് ഈ ലോകത്തിലേക്ക് നടക്കുമ്പോൾ രണ്ട് സെറ്റ് ആൾക്കാരെ നമ്മളിവിടെ കാണും. ഒന്ന് ഞാനൊന്ന് വായിച്ചോട്ടെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി. 2 Corinthians 15 ഞാൻ അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. 2 Corinthians 15 പറയുന്നത് for we are to God a pleasing aroma of Christ among those who are being saved and those who are perishing. അപ്പൊ ഇവിടെയും ബിലീവറും അൺബിലീവറും നമുക്ക് കാണാം. മനസ്സിലായില്ലേ? And verse 16 പറയുന്നു, to the one who are an aroma that brings death and to the other the aroma that brings life. ഇപ്പോഴും ഇവിടെയും ഒരു സെഗ്രിഗേഷൻ കാണാം. അതായത് നമ്മള് ക്രിസ്തുവിലായിട്ട് നമ്മൾ വചനം പറയുമ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്കത് മുഖാന്തരം ലൈഫ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഈ സെയിം മെസ്സേജ് അൺബിലീവേഴ്സ് certain people, ഞാൻ പറയുന്ന അൺബിലീവേഴ്സ് കൂട്ടത്തിൽ എടുത്തോളാം, ഈ സെയിം മെസ്സേജ് can be received and same people of God when they move into the unbeliever circle, അവർക്കതൊരു aroma of death ആണ്. അവർക്ക് അതിനോടൊരു ആഗ്രഹമില്ല. അപ്പം one will receive as life and the other one as അപ്പൊ എപ്പോഴും ഒരു ഡിറ്റാച്ച്മെന്റ് കാണാൻ നമുക്ക്. അതാണ് എനിക്ക് സ്പോർട്ട് കൊണ്ട് മനസ്സിലായത്. ഭവനത്തിൽ തന്നെ ഇതുണ്ടാകാം. ഒന്ന് ക്രിസ്തുവിലായാൽ മറ്റുള്ളവർക്ക് ഒരു എപ്പോഴും നമുക്ക് കാണാൻ ഒരു വ്യത്യാസമുണ്ട്. This is one thing I understood. So ഇതില് ഒരു കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ടൈമില്ല. അവിടെ ഈ റോമൻ പടയാളികളുടെ ഒരു ഇതാണ് അപ്പോസ്റ്റൽ പോൾ ഇവിടെ കാണിക്കുന്നത്. കാര്യം അവരൊരു സ്ഥലത്ത് പോയി വിൻ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പ്രിസണേഴ്സ് ആൻഡ് ക്യാപ്റ്റീവ്സ് ഒക്കെ അതിനെപ്പറ്റിയാണ് ഈ കൊറിന്ത്യൻസ്. അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാര്യം പടയാളികൾ തിരിച്ചു വരുമ്പം അവർ വലിയൊരു ഇൻസെൻസ് ആണ് ട്രയംഫൽ പരേഡ് നടക്കുമ്പോൾ ഇൻസെൻസ് പോകുന്നതായിട്ട് കാണും. ആ ഇൻസെൻസ് അവിടെ ഉള്ള രണ്ട് കൂട്ടരുണ്ടല്ലോ, ഒന്ന് സോൾജേഴ്സ് who fought the war and the others are captives. ഈ captives എന്ന് പറഞ്ഞ പ്രിസണേഴ്സ് നമ്മളെ പോലെ ദൈവം അന്ധകാരത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മക്കൾ. ഈ മക്കളെയാണ് പറയുന്നത്. അവര് എപ്പോഴും ഒരു അരോമയാണ്, ദൈവത്തിന്റെ മക്കളുടെ അരോമ ഓഫ് ക്രൈസ്റ്റ്. സോ within the family, going back to the same verse, പറയുന്നത് 34, do not suppose that I have come to bring peace to the earth. And I did not come to bring peace but a sword. ഈ ഒരു വ്യത്യാസം ഞാൻ ഇതിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യുന്നു. അവരോട് താങ്ക് യു റാണി. അടുത്തത് തമ്പിച്ചായി. മൈക്ക് ഓൺ ചെയ്യണേ. തമ്പിച്ച മൈക്ക് ഓൺ ചെയ്യണേ.
കേൾക്കാം 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 കേൾക്കാനുണ്ട്. കേൾക്കാമോ? Loud and clear. കേൾക്കാം കേൾക്കാം പറഞ്ഞോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിലെ വാസ്തവം പറഞ്ഞാൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു വാക്യവും ഒരു ഏരിയ ആയി. കാരണം സമാധാനപ്രഭുവായിട്ട് യേശു ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പറയുന്നത് ഞാൻ സമാധാനം ഉണ്ടാക്കുവാനല്ല വന്നത്, ഞാൻ പ്രശ്നം ഉണ്ടാക്കുവാനാണ്, ഞാൻ വാളായിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ അതുവരെ ലോകത്തുള്ള സകല സിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടാണ് യേശു ക്രിസ്തുവിന്റെ വരുന്നത്. കാരണം അന്നത്തെ സിസ്റ്റം, അതായത് പുതിയ പഴയ പഠിക്കാൻ ഒപ്പില്ലാന്ന് പറയുന്നത് പോലെ ദൈവം യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന കാലത്ത് എല്ലാ സിസ്റ്റത്തിലും ഒരു മാറ്റം വരുത്തുവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. അപ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു വീട്ടിൽ തന്നെ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കാണും, യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് കാണും. അപ്പൊ അവിടെ തന്നെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ആ ലോകത്തിൽ തന്നെ നമുക്കറിയാം യേശു ക്രിസ്തു വന്ന സമയം മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണം വരെ ലോകത്തിൽ സമാധാനമല്ല ഉണ്ടായിരുന്നത്. എന്നും പ്രശ്നങ്ങളായിരുന്നു അവിടെ. കാരണം ഒരു സെറ്റ് യേശു ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നു, വേറൊരു സെറ്റ് യേശു ക്രിസ്തുവിനെതിരായിട്ടുണ്ടായിരുന്നു. ആ എതിരായിട്ടുള്ള സെറ്റ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒരു സമാധാനം ആ ഭൂമിയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ യേശു ക്രിസ്തു വന്നത് സമാധാനം വാസ്തവത്തിൽ ഉണ്ടാക്കുവാനായിട്ട് ആ പ്രൊസീജിയർ പോകുന്നതനുസരിച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ സമാധാനം ഉണ്ടാക്കുവാനല്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ വിസ്തരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിലെ ആൾക്കാർ തന്നെ, ഒരു സൊസൈറ്റിയിലെ ആൾക്കാർ തന്നെ രണ്ട് ഏരിയയിൽ വരുന്ന ഒരവസരത്തിലോട്ട് വരുന്നുണ്ട്. കാരണം ഒരു കൂട്ടർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു കൂട്ടർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ശാസ്ത്രമായ ഒരു സൈഡിൽ നിൽക്കുന്നു, വിശ്വസിനെ കുറിച്ച് വേറൊരു സൈഡിൽ നിൽക്കുന്നു. അപ്പം എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിന്റെ അവസ്ഥയിലോട്ടായിരുന്നു വന്നത്. നമ്മൾ ആ വചനം വായിച്ചു തന്നാൽ തന്നെ അറിയാം. എന്നേക്കാൾ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ സ്നേഹിക്കുന്നതിന് യോഗ്യനില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിൽ അന്നത്തെ ചുറ്റുപാടിലോ അല്ലെങ്കിൽ ഒരു നല്ല ആൾക്കാർ ഇന്നത്തെ ചുറ്റുപാടിലോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. കാരണം ലോകത്തിന്റെ ഒരു വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു രീതിയോ മനുഷ്യ വ്യവസ്ഥയോ അങ്ങനെയാ പോകുന്നത്. അപ്പോൾ അതിന് അഗൻസ്റ്റായിട്ട് തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആത്മീയപരമായിട്ട് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഇവിടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, നമ്മുടെ മരങ്ങളായിരിക്കാം, നമ്മുടെ അസറ്റ്സ് ആയിരിക്കാം. ഇതൊക്കെ നോർമൽ കാര്യത്തിൽ നോർമൽ സംഗതിയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാൽ അവന്റെ ജീവിതത്തിലെ ഏതൊക്കെ ലക്ഷ്യമാണ് അവൻ സ്നേഹിക്കുന്നത് തന്നെ. പക്ഷേ യേശുക്രിസ്തു പറയുന്നത് നേരെ ഡൈവേർട്ടിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഈ വല നോക്കുന്നവരാരും എനിക്ക് യോഗ്യമാരല്ല, എനിക്ക് കൊള്ളാവുന്നവരല്ല. കാരണം ലോകവ്യവസ്ഥയും ദൈവവ്യവസ്ഥയും രണ്ടും തന്നെ. അപ്പം ലോകത്തിൽ വന്നപ്പോൾ ലോകവ്യവസ്ഥയുമായി നിൽക്കുന്ന ലോകത്തിൽ ദൈവവ്യവസ്ഥയുമായിട്ട് യേശുക്രിസ്തു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ വന്നത് സമാധാനം ഉണ്ടാക്കിയാണ്, ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഞാൻ വന്നത് പ്രശ്നം ഉണ്ടാക്കാനെന്നുള്ള രീതിയിലുള്ളത്. പക്ഷെ എന്റെ വരവും എന്റെ പ്രിൻസിപ്പിൾസും എന്റെ പോളിസിയും ജീവിതം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനോ ഒരു പ്രശ്നം ഉണ്ടാകാനോ ഒരു വീട്ടിൽ തന്നെ ഒരു സെറ്റ് ആൾക്കാരിപ്പോ അപ്പനെ നമ്മൾ സ്നേഹിക്കുന്നത് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് ശരിയായിട്ടുള്ളൂ. അപ്പൊ അവിടെ തന്നെ പ്രശ്നമാണ്. ലോകത്തിൽ മൊത്തത്തിൽ നോക്കിയാലും യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിലോട്ട് പോയി. അല്ലാതെ യേശുക്രിസ്തു വാസ്തവത്തിൽ വന്നത് സമാധാനം ഉണ്ടാക്കാനും എല്ലാവർക്കും സമാധാനം കൊടുക്കാനായിട്ടാണ്. ആ പ്രക്രിയയിൽ ആ എന്താ പറയുക ആ പ്രോസസ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം അത് യേശുവിനെ അറിയാം അതങ്ങനെ തന്നെ നടക്കും. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ വന്നത് ജീവിക്കുവാനാണ്, സമാധാനം ഉണ്ടാക്കുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എടുത്താൽ ആ കാലഘട്ടത്തിൽ നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ പ്രവർത്തി യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷകളെല്ലാം നോക്കിയാലും അന്ന് ഒരു എതിർപ്പിന്റെ ഒരു സിറ്റുവേഷനിലൂടെ
ആ സമയത്ത് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ആ സിറ്റുവേഷൻ ആ എൻവയൺമെന്റ് മനസ്സിലാക്കിയ നമ്മുടെ യേശുക്രിസ്തു വന്നത് ആ പള്ളിയിൽ വേണ്ടി അർത്ഥമാക്കാനാണോ എനിക്ക് തോന്നുന്നു മനസ്സിലായി കാണുമെന്ന് താങ്ക് യു. താങ്ക് യു ഡോക്ടർ ജാനി. അടുത്ത മോച്ച് 5 മിനിറ്റ്. Hello, can you all hear me? Clear ആണല്ലോ? കേക്കാവോ? കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റും? ഞാൻ പറയുന്നത് കേൾക്കാവോ? ശബ്ദം കേൾക്കുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പം കേൾക്കാവോ? ഞാൻ കേൾക്കാം. ഓക്കെ. Okay, so this verse, do not suppose that I have come to bring peace to the earth. നല്ലതായിട്ട് കേൾക്കാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? സംസാരിച്ച് നല്ലതായിട്ട് കേൾക്കായിരുന്നു. അവർ ഇൻക്രീസ് ചെയ്യണം അവരുടെ വോളിയം. ഒരാളുടെ വോളിയം കൂട്ടണം. ഓക്കെ. Okay, so do not suppose that I have come to bring peace on the earth, but I have come to bring the sword. So the sword, if you read Ephesians chapter 6, it speaks about the word of God. So the sword is the word of God, and we know that Jesus Christ is the Prince of Peace. So the Prince of Peace brings a sword. He's bringing the word of God. So what does the word of God actually do in our lives? When you actually start reading the word of God, it actually divides your soul. Okay, it separates what is good and it separates what is evil. Okay, so the message that Jesus is bringing is indeed a message of peace. Okay, but it is actually speaking about a Christian's radical lifestyle. In other words, are you going to be a disciple of Jesus Christ, and are you willing to pay the price of being a disciple of Jesus Christ? And the price that you're going to be paying is sometimes your family will definitely leave you because of your radical lifestyle that you have for Jesus. In other words, if you are thinking about Jesus and if Jesus is dear and precious to you, then to you and then to Jesus, it's the same thing. That means to Him you are dear and you are precious to Him. If you are thinking about Jesus all day long, He is thinking about you all day long. If you are spending time with if you are spending time with Jesus the whole day, He is spending time with you. It's the same, it's quite logical. So the dividing line between this idea of the Prince of Peace bringing a sword is that it is going to run through different families. It is going to bring dividing. It's a double-edged sword, and that's going to divide families. And that is what the basic idea of what Jesus is saying here: radical discipleship. Then the disciple of Jesus must love Jesus more than his family. Okay, someone who is in love with someone, if you have to take a newlywed family or two husband and wife who are in love with one another, the only thing they see is them. They don't see anybody else. They don't see the other families. They don't see the cousins. They don't see anyone else. The only people they see is the husband and the wife, and that should be our relationship with Jesus. It should be incredibly strong. It should be very close. That all we think about should be Jesus. Alright? So our devotion to Jesus must come above everything, even our own families. So this verse is talking about a radical commitment to Jesus. That's what I'd like to say.
ഓക്കെ, താങ്ക് യു മോൻസ്. അപ്പൊ ഇതിൽ ആരെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെസ്സേജ് Sorry, I had to leave in the mid-step because my elder son was calling me from the States. So, ഇടയ്ക്ക് എനിക്ക് നിൽക്കേണ്ടി വന്നു, സോറി. അപ്പോൾ വിഷയം ഞാൻ കേട്ടു. അതിന് എനിക്ക് മനസ്സിലാക്കി, ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ വ്യക്തമായ ധാരണയോട് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പരസ്പരം പത്താമധ്യായത്തിലെ വായിക്കുമ്പോഴും അതുപോലെ തന്നെ യുവസുവിശേഷത്തിലെ വായിക്കുമ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഒരു കാര്യം ഇത് പറയുന്നത് ആരോടാണ് എന്നുകൂടി ഉള്ള ബാക്ക്ഗ്രൗണ്ടും കൂടെ ശ്രദ്ധിക്കണം. ഒരു മശിഹ വരുന്നു, തങ്ങളുടെ വിടുതലായിട്ട് മശിഹ വരുന്നു എന്ന് കാത്തിരുന്ന യഹൂദരോടാണ് യേശു സംസാരിക്കുന്നത്. ആ യഹൂദരോട് സംസാരിക്കുമ്പോൾ അവർ വിചാരം ചെയ്യുന്നത് ഒരാൾ സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് വിടുവിക്കും, ഒരു മശിഹ വരിക, മശിഹ വന്നാൽ റോമൻ ഭരണത്തിൽ ഞങ്ങൾ വിടുവിക്കും എന്ന് അതോടെ സമാധാനം പ്രാപിക്കാൻ ചിന്തിച്ചിരുന്ന ജനമാണ്. അവരോടാണ് യേശു പറയുന്നത്, ഞാൻ വന്നത് സമാധാനവുമായിട്ടല്ല, വാളാണ് കൊണ്ടുവരുന്നത്. അവർ പറഞ്ഞതുപോലെ വാളിന്റെ ചിന്തയാണ് ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട്. പക്ഷേ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് യേശു പറയുന്ന വചനം എന്ന് പറയുന്ന ആ വാളെന്ന് പറയുന്ന വചനം അത് ദൈവവചനമാണ്. ദൈവവചനം തന്റെ സുവിശേഷം അതുവരെ എസ്റ്റാബ്ലിഷ്ഡ് ജൂയിഷ് ചർച്ചമാരുടെ കൂടെ നിൽക്കുന്ന യഹൂദർക്ക് വലിയ ഒരു എതിർപ്പിന് കാരണമായിത്തീരുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന എന്റെ വചനം, ഞാൻ നൽകുന്ന സുവിശേഷം അനുസരിക്കുന്നവർ ഓർക്കപ്പെടും, മറ്റുള്ളവരെല്ലാം അവരെ എതിർക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുക. കാരണം അതാണ് സംഭവിച്ചത്. അപ്പോ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് അവിടെ പൗലോസിനെ കാണാം. ശൗലായിരുന്ന ആ വ്യക്തി തിരുവചനത്തിനെതിരായിട്ട് എത്രയധികം തന്റെ അധികാരവും പദവിയും തന്റെ സ്വാധീനവും എല്ലാം ഉപയോഗിച്ചോ, അതുപോലെ തിരുവചനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ ഏറ്റുമുട്ടി യേശുക്രിസ്തുവിനെ കണ്ടെത്തി പൗലോസായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അപ്പൊ വന്ന മാറ്റം എന്താണ്? അപ്പോ അതുവരെ തന്നോട് കൂടെ നിന്ന യഹൂദന് പോലും പൗലോസിനെതിരായി തീരുകയാണ്. അപ്പോ അങ്ങനെ ആ എതിർപ്പ് എല്ലായിടത്തും തിരുവചനം സ്വീകരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും. അതുകൊണ്ടാണ് വരുമ്പോൾ പറയുന്നത് പിതാവിനോടും പിതാവിനോടും അല്ലെങ്കിൽ പിതാവ് മക്കളോടും ഒക്കെ എതിർക്കാനിടയാകും. കാരണം എന്താണ്? ഈ തിരുവചനം യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നവരെല്ലാം വെറുക്കപ്പെടും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുക. ഒന്ന്. രണ്ടാമത് പിന്നെ വായിക്കുമ്പോൾ നമുക്ക് വളരെയേറെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്ന സമയം എടുക്കാൻ നമ്മൾ സമയമില്ലല്ലോ. അപ്പോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലും ആ എതിർപ്പെന്നുള്ളത് വളരെ അല്ലെങ്കിൽ വിരോധം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വേറൊന്നുള്ളത് വായിക്കുന്നുണ്ട്, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കി നമ്മൾ വായിക്കുന്നു. അപ്പൊ സമാധാന സുവിശേഷത്തിന്റെ ആ വാക്കുകൾ വാസ്തവത്തിൽ കൊണ്ടുവരുന്നത് എന്താണ്? എതിർപ്പാണ്, അല്ലെ? ഫ്രിക്ഷൻ. അതുപോലെ തന്നെ പരസ്പരമുള്ള പരസ്പരമുള്ള വിരോധം, അതാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ ആ വിരോധം സ്വീകരിക്കുന്നവർക്ക് പീസ് കിട്ടുന്നത് എങ്ങനെയാണ്? സമാധാനം കിട്ടുന്നത് എന്താണ്? പീസ് വിത്ത് ഗോഡ്. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതോടുകൂടി അവർ ദൈവവുമായിട്ട് നിരപ്പിലായിത്തീരും. അപ്പൊ ലോകത്തിന്റെ എതിർപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ലോകത്തിൽ എപ്പോഴൊക്കെ തിരുവചനം സ്വീകരിക്കപ്പെടുന്നുണ്ടോ, ആരെല്ലാം തിരുവചനം സ്വീകരിച്ചതോ അവരോടെല്ലാം ഭൗതികമായ നന്മകൾക്കും അധികാരങ്ങൾക്കും വേണ്ടി വായുന്ന ജനത്തിന്റെ എല്ലാം, സ്വന്തക്കാരാകട്ടെ, മറ്റുള്ളവരാകട്ടെ, ഭക്തരാകട്ടെ, ഭക്തിയുടെ മേലങ്കി ധരിക്കുന്നവരാകട്ടെ, അവരുടെ എല്ലാം എതിർപ്പുണ്ടാകാൻ തീർച്ചയായിട്ടും ഇടയാകും. അതാണ് യേശുക്രിസ്തു പറയുന്നത്. പിന്നീട് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വരും, അല്ലെങ്കിൽ യേശു പറഞ്ഞത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ തിരുവചനം കൈക്കൊണ്ടവരോടെല്ലാം എന്നും എതിർപ്പാണുണ്ടായിരുന്നത്. അതിൽ അനേക വിശുദ്ധന്മാരെ കൊന്നുകളഞ്ഞായിട്ട് വായിക്കുന്നുണ്ട്. അവിടെയാണ് രക്തസാക്ഷിത്വത്തിന്റെ ചിത്രം വായിക്കുന്നത്, അല്ലെ? അപ്പൊ ആദ്യ രക്തസാക്ഷി മുതൽ അങ്ങനെയുള്ളവരെല്ലാം ഈ തിരുവചന നിമിത്തമാണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിമിത്തമാണ് എതിർപ്പിനും മരണത്തിനും ഏൽപ്പിക്കപ്പെടുന്നത്. അപ്പോ അത് ആണ് യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അത് അന്ന് ആ പറയുന്ന സമയത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അനുഭവങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയത്. വാസ്തവത്തിൽ ആ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ വലിയ പ്രവചനം തന്നെയായിരുന്നു നമുക്ക്
താങ്ക് യു അച്ഛാ. ഇനി നമുക്ക് അല്പം Our 14 performance അമ്മമ്മ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. നീലിമാമ പങ്കിച്ചതിന്റെ കുഞ്ഞിന്റെ സിസ്റ്റർ. പങ്കിച്ചതിന്റെ മൂത്ത മകളാണ് നീലി അമ്മമ്മ. മോളെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകും. Our 15th program for a beautiful group song, I invite Vinny, Adina, Ritika and Jishtika.
എന്റെ യേശുവഴികളെ ഇന്നലെയും എന്നെ നടത്തി ഇന്നലെയും എന്നെ പുലർത്തി എന്റെ യേശു എത്ര അവനെന്നും മതിയായവൻ എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. താങ്ക് യു നമ്മുടെ പ്രഥമന ദൈവം കുഞ്ഞൂസിന്റെ കൊച്ചുമോളാണ് അജീനെ കുടുംബമാണ് ഇപ്പൊ പാടിയത്. ആദ്യമായിട്ടാണ് മക്കളും എല്ലാവരുമായിട്ട് KP ഏബ്രഹാമിന്റെ മകളാണ് അജീന. അച്ഛൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ആദ്യമായിട്ടാണ് KP ഏബ്രഹാം അച്ഛൻ ഇതിനകത്ത് വരുന്നത്. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. Thank you. Our 16th program for its solo performance, I invite Alice Raju Kodavana. മൈക്ക് ഓൺ ചെയ്യണേ മാമേ, മൈക്ക് ഓൺ ചെയ്യണം. Jesus, good I know, more of His grace to others show, more of His saving fullness see, more of His love who died for me, more about Jesus. More about Jesus, more of His saving mercy, more of His love who died for me, more about Jesus, let me learn, more of His holy will discern. Spirit of God, my teacher be, showing the days of Christ to me. More about Jesus, more about Jesus, more of His saving mercy, more of His love who died for me, more about Jesus in His word, holding communion with my Lord, hearing His voice in every life, making His faithful saying mine. More about Jesus, more about Jesus, more of His saving mercy, more of His love who died for me, more about Jesus on His throne, riches in glory all His own, more of His kingdom sure increase, more of His coming Prince of Peace, more about Jesus, more about Jesus, more of His saving mercy, more of His love who died for me. Thank you. Thank you, Mama. For its solo performance, I invite Polly Elizabeth John Pioneer.
Thank you. Our 18th program, now I invite Nebo Kolamana for the announcement. ഈ വർഷത്തെ പുതിയ യൂണിറ്റ് തുടങ്ങിയത് വൈകിയാണ്. കൊല്ലവന കുടുംബാംഗം ശ്രീ KP അലക്സാണ്ടറിന്റെയും ലത അലക്സാണ്ടറിന്റെയും മകൻ അഖിൽ അലക്സ് കൊല്ലവനെയും തർശ്ശേരി കുടുംബാംഗം TV ജോർജിന്റെയും ശോശമ ജോർജിന്റെയും മകൾ ജിൻസി എൽസ ജോർജ് തമ്മിലുള്ള വിവാഹം 8/4/21 തിരുവനന്തപുരത്ത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ചാണ് നടന്നത്. രണ്ടാമത്തേത് കൊല്ലവന കുടുംബാംഗം ശ്രീ KP അലക്സാണ്ടറിന്റെയും ലത അലക്സാണ്ടറിന്റെയും മകൻ ചെമ്മാച്ചൻ അജയ് കൊല്ലവന അലക്സിന്റെയും ദേവത്തിനാൽ കുടുംബാംഗം പര്യനായ ശ്രീമാൻ ദീപകീസ് റോയിന്റെയും ബെൻസി റോയിന്റെയും മകൻ ദീപ റോയും തമ്മിലുള്ള വിവാഹം 25/10/21 തിരുവനന്തപുരത്ത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ചാണ് നടന്നത്. മൂന്നാമത്തേത് കൊല്ലവന കുടുംബാംഗം ശ്രീ ജോർജ് മാത്യു കൊല്ലവനെയും മിനി ജോർജിന്റെയും മകൾ രചന ജോർജിന്റെയും ചെത്തിപ്പുഴ കുടുംബാംഗം ശ്രീ ജോസഫ് എബ്രഹാമിന്റെയും ഷിജി എബ്രഹാമിന്റെയും മകൻ ഷോം ജോസഫ് തമ്മിലുള്ള വിവാഹം 29/11/21 സെന്റ് ജോസഫ് കാത്തഡ്രൽ ഛത്തീസ്ഗഡിൽ വെച്ചാണ് നടന്നത്. പുതിയതായി ആരംഭിച്ച കുടുംബങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ആത്മീയമായിട്ട് ഉയർന്നു വരുവാനും കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമായി ഉയർന്നു വരാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത പറയാനുള്ളത്, നമ്മുടെ ഫാമിലിയില് തോമസ് മാത്യു അച്ചാൻ CA-കാരനായുള്ള അച്ചാനുണ്ട്. അതുകൊണ്ട് ഇൻകം ടാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും സംശയങ്ങളും ചോദിച്ചറിയാൻ ആരൊക്കെ കൊടുക്കണം, NRIs കൊടുക്കണോ, എല്ലാ കാര്യങ്ങളും വിവരവും അച്ചായനെ നന്നായിട്ട് അതിന്റെ വിവരങ്ങൾ അറിയാം. നാളെ നമുക്ക് ഗൂഗിൾ മീറ്റ് നാളെ 20/12 നടത്തുവാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവര് അച്ചായനുമായിട്ട് അച്ചായനുണ്ട്. ഓക്കെ, അച്ചായൻ ഇതിനകത്ത് കൊടുക്കും. I'm making this week within 3 or 4 days. This week surely. അത് നല്ലൊരു കാര്യമായിരിക്കും. നമുക്കുള്ള സംശയങ്ങൾ I only briefly talk about the concerned things, the tax aspect. അപ്പം സംശയം അറിയാത്ത അറിയിക്കും. ഞാൻ പ്രാക്ടീസ് ചെയ്ത ആളാണ്. I'll tell you the devices of this in this week, coming week. ഓക്കെ, അപ്പം ഇവിടെ അതിനകത്ത് വരാം, സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ അനൗൺസ്മെന്റ് ആണ്, കുടുംബ ചരിത്രം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റിലേക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ അറിയിക്കുന്നതാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും താമസിക്കാൻ പോയി എത്രയും വേഗം അത് തീർക്കുവാൻ ആഗ്രഹിക്കും. അടുത്തത് സ്കോളർഷിപ്പിന് കുട്ടികൾ ആരും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഈ വർഷം ആരും ഇല്ലായിരുന്നു. ആ തുക അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ പ്രയർ മീറ്റിംഗ് നടന്നുവരികയാണ്. തമ്മിൽ കൂടുതൽ പരിചയപ്പെടാനും പ്രാർത്ഥിക്കാനും ഒരു നല്ല കൂട്ടായ്മയ്ക്ക് അവസരമുണ്ട്. കഴിയുന്നവർ എല്ലാവരും പങ്കേറാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത മാസം, ഈ മാസത്തെ നമ്മളിങ്ങനെ കൂടിയതുകൊണ്ടില്ല, അടുത്ത മാസം അവസാനത്തെ വെള്ളിയാഴ്ച 28/1/22 നടത്താൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അടുത്ത നമ്മുടെ ഫാമിലി ഡേ വരുന്നത് 24/4 ഏപ്രിലാണ് 22. അതായത് നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന അടുത്ത 3 ഞായറാഴ്ചയായിരിക്കും. വൈകിട്ട് അന്നായിരിക്കും ആ മാസത്തെ പ്രയർ മീറ്റിംഗ് നടത്തുന്നത്. എല്ലാവരും കൂടി വരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത കുടുംബയോഗം ഡിസംബറിലോ അടുത്ത മാസം ആരംഭിക്കാം. അടുത്ത കുടുംബയോഗം കൊല്ലംലെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കൂടി വരുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദിവസവും സമയവും ഒരാളെ അറിയിക്കുന്നതാണ്. അനൗൺസ്മെന്റ് എല്ലാം കഴിഞ്ഞു.
ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നേരത്തെ മെസ്സേജ് 5 മിനിറ്റ് വെച്ച് ഷെയർ ചെയ്ത ആൾക്കാണ് നിങ്ങൾ മാർക്ക് വരുന്നത്. മാർക്കറ്റ് അല്ല, ഏറ്റവും നിങ്ങൾ നല്ലതായിട്ട് ഗ്രഹിച്ചത് ആരാന്നുള്ളവരുടെ പേര് ഇതിനകത്ത് സംബന്ധിച്ചത് ജോസഫ് ജോൺ അച്ചായന്, തമ്പിച്ചായൻ അലക്സ്, പിന്നെ റാണി, പിന്നെ മോച്ചൻ. ഇങ്ങനെ 4 പേരാണ് സംബന്ധിച്ചത്. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പേര് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. ഗ്രൂപ്പിലിട്ടാൽ മതി, ഇതെല്ലാം ഗ്രൂപ്പിലിട്ടാൽ മതി. അടുത്ത Our 19th program. Gratitude is the inward feeling of kindness received. Thankfulness is a natural impulse to express that feeling. Thanksgiving is a following of that impulse. Now I call upon Professor Julie Kanika to propose word of thanks. Hello. Is it audible? കുടുംബയോഗം ചോദിച്ചാൽ ഈ കുടുംബയോഗ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ, 26ാമത് കുടുംബയോഗത്തിന്റെ സമാപനം അടുത്തു. നമ്മുടെ 26ാമത് കുടുംബയോഗത്തിന്റെ സമാപനം ആഗമനമായിരിക്കുകയാണ്. നമ്മുടെ ക്ലോസിംഗ് പ്രയർ കൂടിയുള്ളൂ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ കുടുംബയോഗത്തിന്റെ വിധി പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട റോഹിച്ചാനെ നമ്മുടെ എല്ലാവരുടെയും നാമത്തിലുള്ള സ്നേഹവും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നന്ദി അർപ്പിക്കാനുള്ളത് നമ്മുടെ കുടുംബയോഗത്തിന്റെ റിപ്പോർട്ട് പ്രിയ ബഹുമാനപ്പെട്ട മാത്യു അച്ചാൻ അഭാവത്തില് പ്രിയ നബു അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കണക്ക് പ്രിയ ബഹുമാനപ്പെട്ട കെ അച്ചാൻ അവതരിപ്പിച്ചു. ഇരുവർക്കുമുള്ള അതുപോലെ നബുവിന് പ്രത്യേകമായൊരു നന്ദി. കാരണം നമ്മുടെ ഈ കുടുംബയോഗത്തിന്റെ നട്ടലായിട്ട് പ്രവർത്തിക്കുക. കാരണം ബാക്കിൽ നിന്ന് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും ഇതിനെയെല്ലാം കാര്യമായിട്ട് കൊണ്ടുപോകുന്ന നബുവിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹവും അറിയിക്കും. പിന്നെ നമുക്കറിയാം, നമ്മുടെ പരിപാടിയെ ഏറ്റവും കൃത്യമാക്കാൻ വേണ്ടി ഒത്തിരി പേര് പാടി, ഒത്തിരി പേര് വചനം പറഞ്ഞു. അതുതന്നെ നമ്മുടെ നബു ഒരു വാക്യം 2 പോർഷൻ എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് മോൻ എനിക്ക് എവിടെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ മോദിന്റെയാണ് ഏറ്റവും ഇഷ്ടം. പൊതുവിലൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിന് പ്രത്യേകം വെച്ചു കൊടുക്കുന്ന ആ യുവാക്കളുടെ ഇടയിൽ ഇതൊക്കെ നമ്മളൊക്കെ ആ ഒരു ഏജിൽ ഗ്രൂപ്പാണ്. ആ ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് word of God is sold and there is peace achieved only through tribulation and conflict between good and evil. സമാധാനം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് ട്രിബുലേഷൻ ആണ്. between good and evil. ആ സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിന് പ്രത്യേകം നന്ദി. യുവാവെന്ന് വരുമ്പോൾ വളർന്നു വരുന്ന തലമുറയുടെ ഒരു പ്രതീകമെന്ന് അറിയിക്കുന്നു. പിന്നെ നമുക്കറിയാം, പ്രയർ നയിച്ച ഒത്തിരി പേരുണ്ട്. ജോസിക്കാനുണ്ട്, മാട്ടുപാടി ഒത്തിരി ആന്റിമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവരെല്ലാവരുടെയും വെൽക്കം സ്പീച്ച് പറഞ്ഞ MG ഉണ്ട്. ഇതൊക്കെ ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ട് ഈ കാര്യം കോമ്പയർ ചെയ്ത് അതുപോലെ തന്നെ ബൈബിൾ റീഡിംഗ് ഭംഗിയായിട്ട് നിർവഹിച്ച ഞങ്ങളുടെ പേർമോക്കുള്ള ഏറ്റവും നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹം അർപ്പിക്കുന്നു. പരിപാടികൾ അടുത്ത വർഷം നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള നടത്താമെന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് പ്രത്യേകം അഭിനന്ദിച്ചു കൊടുത്തു. കാരണം നമ്മുടെ ഇടികളത്ത് അച്ചായന്റെ കൊച്ചുമോളാണ്, ഗിരിജന്റെ മോള്. നല്ലതായിട്ട് എല്ലാം അവതരിപ്പിച്ചു. വളരെ വളരെ നന്ദി. കുടുംബത്തിന്റെ വക വീണ്ടും അറിയിക്കുന്നു. അതുപോലെ എല്ലാവരും ഉണ്ട്. വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ എല്ലാവരെയും കാണാം. നമുക്ക് അവസാനത്തെ പ്രാർത്ഥനയിലേക്ക് പോകാൻ പോകുന്നത് അനൗൺസ് ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ നല്ലതായിരിക്കും.
Thank you. Our 20th program, I invite Mohit Kolamala for a closing prayer. Dear Father, we just thank you for this wonderful time that we have been able to spend with all our family members. Lord, we have 42 people in this group today. Lord, we are utmost grateful to you. Lord, you are full of glory and full of praise. We worship you for who you are. We honor you, Lord, for this time. Lord, we thank you, Lord, for your presence. We thank you, Lord, for your grace that is upon our lives. Lord, I pray for Nibuchai and I pray that you bless him and his family for the effort that he has put in to bring this together. Lord, we also thank you for Rochan as well. We pray that you bless him as he is a new president. We pray that your utmost wisdom will be upon his life. Lord, we pray for each and every brother and sister and uncle and auntie and child and everyone that has been in this group. We pray for them, we bless them, and we thank you for their lives, Lord. Lord, as we depart, we pray that you will be with those who could not be with us today. Lord, we ask that you will bless them as well. And Lord, we just give all the honor and the praise to you. And we cover each and every one of us with the blood of Jesus. We ask that you will send your angels to protect us as we depart. And may your presence go with us wherever we go. And let us keep in mind that you are always with us. Because your word says you will never leave us and you will never forsake us. And I submit this prayer into your hands that your mighty name is Lord Jesus. Amen. നമ്മുടെ യോഗം അവസാനിച്ചു. വന്നേർന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അടുത്ത വർഷം ദൈവം ശാരീരിക കാണാൻ ദൈവം അവസരം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Bye. Bye. എല്ലാരും കേട്ടു. തീർന്നു മാമേ? ഇല്ല. സൂപ്പർ.